ഹലോ ലേണേഴ്സ്, ഗുഡ് ഈവനിങ്. I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ UGC നെറ്റ് മാനേജ്മെന്റ് ലൈവ് ക്ലാസ്സിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മുടെ മാരത്തൺ സെഷൻ ആണ്. എക്സാമിന് മുന്നേ ഉള്ള ഒരു മാരത്തൺ, 2 hours നീട്ടിരിക്കുന്ന ഒരു മാരത്തൺ ആണ്. ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് വന്നത് എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ കയ്യിലും പേന, പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ സ്കോർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വരുമെന്ന് വിചാരിക്കാൻ നിങ്ങൾക്ക്. ശ്രീവിദ്യ, ശോമ, അഖിൽ, ഹന്ന, റോസ്വിൻ, അനു, ദിവ്യ, നിഖില, ശ്രീവിദ്യ, അരുണിമ. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ ക്ലാസ്. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഇനി ജോയിൻ ചെയ്യുന്നവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പൊതുവേ നമ്മുടെ MCQ സെഷൻസ് ഒക്കെ നോക്കിയില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ എക്സ്ട്രാ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണം, അല്ലെങ്കിൽ പറഞ്ഞ ആൻസർ ഇങ്ങനെയാണോ, എങ്ങനെയാണ് വന്നത്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ പറഞ്ഞ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം കേട്ടോ. അല്ലാതെ ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്ത് ഒത്തിരി എക്സ്പ്ലനേഷൻ തിയറി പോർഷനിലോട്ടൊന്നും പോകുന്നില്ല, നമ്മുടെ സമയം പോകും. അതുകൊണ്ട് നമ്മൾ 2 മണിക്കൂറാണ് മാക്സിമം ക്വസ്റ്റ്യൻസ്, മാക്സിമം ഏരിയാസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് പോവാം. അത് നോക്കാം, അതാണല്ലോ നമ്മുടെ എയിം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ മെജോറിറ്റി നിങ്ങൾക്ക് ആ ഒരു പോർഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അതേ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും റെഡിയാണ്? ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യാലോ? അതിന് ബിഫോർ ദാറ്റ് ഒരു കാര്യം കൂടി. മൈ റിക്വസ്റ്റ് ഓഫ് അപ്ലോഡിംഗ് ദിസ് ഇൻ യൂട്യൂബ്. ഓക്കെ, വിൽ ടോക്ക് ദ സെയിം വിത്ത് അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ആൻഡ് വിൽ ഡിസൈഡ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് ഈസി ടൈപ്പും ആ ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ ഒരു ടഫ് ക്വസ്റ്റ്യൻസ്, ആ ഒരു എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലോട്ട് പോവാണ്, നമ്മുടെ മാരത്തണിലോട്ട് പോവാണ്. നിങ്ങളുടെ സ്കോർ എന്തായാലും ഒന്ന് റെക്കോർഡ് ചെയ്ത് പോകണം കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. So here is the first question. The holistic, integrated and goal-oriented process of planning, recruiting, selecting, developing, managing and compensating employees is known as what? പെട്ടെന്ന് ഒന്ന് ആൻസേഴ്സ് കമന്റ് ചെയ്താൽ നമുക്ക് അതേ സ്പീഡിൽ അങ്ങ് പോവാം. ഓക്കെ, നമുക്ക് മെജോറിറ്റി വന്നേക്കുന്ന ആൻസർ എ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. നോക്കാം നമുക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു രീതിയിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലോട്ടായിരിക്കും നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത്. എന്നാൽ കറക്റ്റ് ആൻസർ അതല്ല. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹോളിസ്റ്റിക്, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഗോൾ ഓറിയന്റഡ് പ്രോസസ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാനിങ്ങും റിക്രൂട്ടിംഗ്, സെലക്ടിങ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിന് അഡീഷണൽ ആയിട്ട് അവിടെ ഡെവലപ്പിംഗ് എന്നൊരു വേർഡും കൂടെ അവിടെ കിടപ്പുണ്ട് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു എയിം അതല്ല. ആ ഒരു റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ദെൻ കോമ്പൻസേഷൻ, അപ്രൈസൽ, അതൊക്കെ വന്നിട്ട് ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തീരുവാണ്. എന്നാൽ ഇവിടെ നമ്മൾ കറക്റ്റ് ആൻസർ ടാലന്റ് മാനേജ്മെന്റ് ആണ്. വരുന്ന എംപ്ലോയീസിന്റെ അവരുടെ ടാലന്റിന്റെ ബേസിസിൽ അവരെ സെലക്ട് ചെയ്യുക, അവരെ റിക്രൂട്ട് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിന്റെ ബേസിസിൽ അവർക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആൻഡ് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ഈസ് നോൺ ആസ് ടാലന്റ് മാനേജ്മെന്റ്, നോട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ശരിക്കും ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ? അവിടെ മാനേജിങ്ങും കോമ്പൻസേറ്റിംഗും ഒക്കെ വരുന്നില്ല. അപ്പൊ പ്ലാനിങ് എന്നൊരു കാര്യത്തിലോട്ട് നമുക്ക് ഡൗട്ട് പോകേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കുവാണെന്നുണ്ടെങ്കിൽ. അപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആക്ച്വലി നമ്മൾ ആദ്യം പിക്ക് ചെയ്യുന്ന ഒരു ആൻസർ എന്നുള്ളൊരു പോസിബിലിറ്റി അതാണ്. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടാലന്റ് മാനേജ്മെന്റ്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following performance appraisal methods prevents supervisors from rating all or most employees satisfactory or high? ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് ആണോ, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണോ, പെയർഡ് കമ്പാരിസൺ ആണോ, ഓൾട്ടറേഷൻ റാങ്കിങ് ആണോ? ഓക്കെ, ABC ആണ് വന്നിട്ടുള്ള ആൻസേഴ്സ്. ബി ആണ് മെജോറിറ്റി പറയുന്നത്. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എംപ്ലോയീസിന്റെ അതിന് മുന്നേ ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിന്റെ സമയത്ത് നടക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണല്ലേ ഈ ഒരു ബയാസ് എന്ന് പറയുന്ന ഒരു കാര്യം. എപ്പോഴും എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട്
അപ്രൈസ് ചെയ്തിട്ടായിരുന്നു എന്നില്ല സൂപ്പർവൈസേഴ്സ് അവരെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ചിലരെ സാറ്റിസ്ഫാക്ടറി, ചിലരെ ഹൈ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ബയാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏത് മെത്തേഡാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ആ ഒരു പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്ന ആ ഒരു പീരീഡിനുള്ളിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എടുക്കുന്നു, അതിന്റെ പെർഫോമൻസിന്റെ ബേസിസിൽ എംപ്ലോയീസിനെ മാർക്ക് ചെയ്യുവാണ്. അവിടെ ആ ഒരു ബയാസിന് സാധ്യതയുണ്ട്. ദെൻ പെയ്ഡ് കമ്പാരിസൺ എന്താണ് ചെയ്യുന്നത്? ഒരു എംപ്ലോയി വേറൊരു എംപ്ലോയി എ ബി, അങ്ങനെ രണ്ടുപേരുള്ള ടീംസ് ആക്കി മാറ്റിയിട്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, അതാണ് പെയർഡ് കമ്പാരിസൺ. ദെൻ ഓൾട്ടർനേഷൻ റാങ്കിങ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? കുറെ എംപ്ലോയീസിന് ഓൾട്ടർനേഷൻ ബേസിസിൽ അവരെ ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് ആ ഒരു ബേസിസിൽ അവരെ മാർക്ക് ചെയ്യുന്നതാണ് ഓൾട്ടർനേഷൻ റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ 3 മെത്തേഡ്സിലൂടെ ബയാസിന് സാധ്യതയുണ്ട്. അപ്പൊ ബയാസ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ അതാണ്. ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ പറയുന്ന സമയത്ത് അത് എങ്ങനെ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതായത് ഇതല്ലേ, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് പോകാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. നെക്സ്റ്റ്, which of the following models identifies the strategy development process, the value creation process, multi-channel integration process, performance assessment process, and the information management process as its core processes? ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു 2020 ശേഷം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ മാരത്തോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പൊ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നത് കൂടെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ACD ആണ് വന്നിട്ടുള്ള ആൻസേഴ്സ്. മെജോറിറ്റി പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആൻഡ് ഒബ്വിയസ്ലി സി ഈസ് ദ കറക്റ്റ് ആൻസർ. മൈൻസ് ആൻഡ് ഫ്രോൺസ് മോഡൽ ഓഫ് CRM ആണ്. വിച്ച് മൊഡ്യൂൾ ക്വസ്റ്റ്യൻ? ഇത് നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Okay, ഇവിടെ Pine and Proud's conceptual framework of CRM explicitly identify 5 core of CRM processes, which are strategy development process, value creation process, multi-channel integration process, performance assessment process, and information management process. ഇതൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ആയിരുന്നു. ആക്ച്വലി 2005 ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതിന്റെ 5 സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഇതേ മോഡൽ തന്നെ ഈ 5 സ്റ്റെപ്സ് ഇല്ലേ അല്ലെങ്കിൽ 5 സ്റ്റേജസ് ഇല്ലേ, ഇതിന് ഓർഡറിലാക്കാനും ഒക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് വൺ. ഇന്റേണൽ റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ്. ഓക്കെ, മെജോറിറ്റി പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ബിയും സിയും ആണ് വന്നിരിക്കുന്ന ആൻസേഴ്സ്. അല്ല, മെജോറിറ്റി പറഞ്ഞിരിക്കുന്ന ബി ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിലയബിലിറ്റി ആണ് ഇന്റേണൽ റിലയബിലിറ്റി അല്ലെ. ആ ഒരു ഇന്റേണൽ റിലയബിലിറ്റി ടെസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മെജോറിറ്റി പറഞ്ഞിരിക്കുന്നത് ബി ആണ്. ദ കൺസിസ്റ്റൻസി ഓഫ് എ മെഷർ ടേക്കൺ അറ്റ് 2 ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം. അതല്ല ആൻസർ. ഇന്റേണൽ റിലയബിലിറ്റി, നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയുടെ അകത്തുള്ള റിലയബിലിറ്റി അങ്ങനെ ഓർത്ത് വെക്കാൻ നമുക്ക്. നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റ അതിന്റെ റിലയബിലിറ്റി, ദാറ്റ് ഈസ് ദ ഐഡന്റിറ്റിക്കൽ ഒബ്സർവേഷൻ ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽ സ്കോർസ്. അതായത് നമ്മളൊരു കൺസ്ട്രക്റ്റിന്റെ അണ്ടറിൽ 4 വേരിയബിൾസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ നമ്മൾ ഒരാളിന്റെ എന്താണ് ഇപ്പൊ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ സ്കോറിന്റെ പെർഫോമൻസിന്റെ ഇംപ്രൂവ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു എക്സാം നടത്തുന്നു. എന്താണ് ഒരു ടേമിന് ഇപ്പൊ ക്രിസ്മസ് എക്സാം നടക്കുന്ന സമയമാണല്ലോ. ക്രിസ്മസ് എക്സാമിന് ഒരു 5 സബ്ജക്ട് ഉണ്ട്. ആ 5 സബ്ജക്റ്റിന്റെ സ്കോറിന് അവരിൽ എത്രത്തോളം റിലയബിലിറ്റി ഉണ്ട്, അവർ ഐഡന്റിറ്റിക്കൽ ഒബ്സർവേഷൻ എത്രത്തോളം ഉണ്ട്. 5 സബ്ജക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 സബ്ജക്റ്റിനും ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടോ, 5 സബ്ജക്റ്റിന്റെ സ്കോർ കൂടി വരുന്നുണ്ടോ, അതിനെയാണ് ഐഡന്റിറ്റിക്കൽ ഒബ്സർവേഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ സ്കോർ ഈസ് നോൺ ആസ് ഇന്റേണൽ റിലയബിലിറ്റി. ക്രോൺബാക്സ് ആൽഫയാണ് നമ്മൾ കോമൺ ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സ്കോർസ് മെഷേർഡ് ഓവർ ടൈം പ്രൊഡ്യൂസ് എ വേരിയൻസ് ഓഫ് ലെസ് ദാൻ 50% എന്ന് വെച്ചാൽ ടെസ്റ്റ് റീടെസ്റ്റ് വേരിയബിലിറ്റി ആണ്. അതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് സൈക്കിൾസ് ബാക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ നെറ്റും JRF ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഒരു മേജർ പങ്ക് വഹിച്ചിരുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1-2 ടൈപ്പ് ക്വസ്റ്റ്യനും അസർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യനും. എന്നാൽ ഒരു 2-3 സൈക്കിൾസ് ആയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനില്ല. എന്നാൽ ഇന്ത്യയെ ഒരിടത്തും ഇനി അതില്ലെന്നോ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ ഇല്ലെന്നോ ഒന്നും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. ആ കാലത്തോളം നമുക്ക് ചോദിക്കാം എന്നോട്ട് ഒരു അസംഷനിൽ വേണം നമ്മൾ പോകാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്, ഇഫ് there are differences in consumers' responses, brand name product is essentially a commodity and competition will probably be based on price.
സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ബ്രാൻഡ് ഇക്വിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ പെർസെപ്ഷൻസ്, പെർഫോമൻസ് ആൻഡ് ബിഹേവിയർ റിലേറ്റഡ് ടു ഓൾ ആസ്പെക്ട് ഓഫ് ദ മാർക്കറ്റിംഗ് ഓഫ് എ ബ്രാൻഡ്. ഓക്കെ, എയും ഡിയും ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. അതിൽ മെജോറിറ്റി എന്ന് വെച്ചാൽ ഒരു ലാർജ് മെജോറിറ്റി പറഞ്ഞിരിക്കുന്നത് എ ആണ്. ബോത്ത് ആർ കറക്റ്റ്. ഒന്നോ രണ്ടോ പേരാണ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? ഇഫ് ദർ ആർ ഡിഫറൻസസ് ഇൻ കൺസ്യൂമേഴ്സ് റെസ്പോൺസസ്, ബ്രാൻഡ് നെയിം, അവിടെ കൺസ്യൂമേഴ്സിന് ബ്രാൻഡ് നെയിമിന്റെ ബേസിസിൽ അല്ലെങ്കിൽ കൺസ്യൂമർ റെസ്പോൺസിന്റെ ബേസിസിലൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിഫറൻസ് ഉണ്ട്, ബ്രാൻഡ് നെയിമിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ പ്രോഡക്റ്റ് ഈസ് എസെൻഷ്യലി എ കമ്മോഡിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബ്രാൻഡ് ഇപ്പൊ ലെറ്റ്സ് സേ നമ്മളൊരു ഷൂ മേടിക്കാൻ പോവാണ്. ഷൂ എന്നൊരു കമ്മോഡിറ്റി ആണ്. മേ ബി ഞാൻ മേടിക്കാൻ പോകുന്ന ഷൂ ആസ് എ കമ്മോഡിറ്റി. ഏത് ഷൂ ആയാലും എനിക്ക് കുഴപ്പമില്ല. എന്നാൽ നൈക്കിന്റെ ഷൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അതല്ലേ സ്റ്റേറ്റ്മെന്റ് ഇത് പറഞ്ഞിരിക്കുന്നത്? ബ്രാൻഡ് നെയിമിന്റെ ബേസിസിൽ എനിക്ക് ഡിഫറൻസ് ഉണ്ട്, നൈക്കിന്റെ ഷൂവിനോട് എനിക്കൊരു പ്രിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ റെസ്പോൺസ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് എനിക്കുള്ളത്. അങ്ങനെ പറയുമ്പോൾ പ്രോഡക്റ്റ് ഈസ് എസെൻഷ്യലി എ കമ്മോഡിറ്റി ആൻഡ് കോമ്പറ്റീഷൻ വിൽ പ്രോബബ്ലി ബി ബേസ്ഡ് ഓൺ പ്രൈസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കൺസ്യൂമേഴ്സിന് ആ ഒരു ബ്രാൻഡ് നെയിമിന്റെ ബേസിസിൽ ഡിഫറൻസ് ഒന്നും ഇല്ല. എല്ലാ ബ്രാൻഡ്സിനോടും ഒരേ രീതിയിലാണ് പെർസെപ്ഷൻ എന്ന് പറയുവാണെങ്കിൽ കമ്മോഡിറ്റി ആണ്, അല്ലെ? ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു കമ്മോഡിറ്റി ആണ്. എപ്പോഴും കോമ്പറ്റീഷൻ നടക്കുന്നത് പ്രൈസിന്റെ ബേസിസിലായിരിക്കും. ഇപ്പൊ ടൂത്ത് പേസ്റ്റ്, എനിക്ക് കോൾഗേറ്റിന്റെ പേസ്റ്റ് ആയാലും ഏതാണ് വേറെ പെപ്സോഡന്റ് ആയാലും സെൻസോഡൈൻ ആയാലും ഏതായാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പല്ല് തേക്കാനുള്ള ഒരു കമ്മോഡിറ്റിയാണ് എനിക്ക് ആവശ്യം. എന്നാൽ എനിക്ക് കോൾഗേറ്റിന്റെ പേസ്റ്റിനോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ, ആ ഒരു ബ്രാൻഡിനോടാണ് എന്റെ ആ ഒരു ചായ്വ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അവിടെ എപ്പോഴും പ്രൈസിന്റെ ബേസിസിൽ മാത്രമായിരിക്കില്ലല്ലോ കോമ്പറ്റീഷൻ നടക്കുന്നത്. റാദർ ദാൻ പ്രൈസ്, അതിന്റെ പെർഫോമൻസിന് എനിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് കോൾഗേറ്റിന്റെ പ്രൈസ് എത്ര കൂട്ടിയാലും ഞാൻ ഒരിക്കലും സെൻസോഡൈൻ മേടിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പോ tricks to find out the answer. Fine. Okay. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ സ്റ്റേറ്റ്മെന്റ് 1, 2 ടൈപ്പ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ, അതോ മറ്റുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചേർത്തിട്ടാണോ? കമന്റ് ചെയ്തോ. അപ്പം ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് തെറ്റാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഇത് ഈ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് 3 ലൈനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. there are differences in consumers responses, brand name, product is essentially a commodity and competition will probably based on price. നമുക്ക് ബാക്കിയെല്ലാം ഇടാം. ആ രണ്ട് കാര്യം നമ്മൾ എടുത്താൽ മതി. ആ ഒരു ബ്രാൻഡ് നെയിമിന്റെ ഡിഫറൻസ് എന്നൊരു കാര്യവും ദെൻ കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ പ്രൈസ്, ആ രണ്ട് കാര്യം എടുത്തൊന്നും കൂടി തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും കൺസ്യൂമറിന് ബ്രാൻഡ് നെയിം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ നടക്കുന്നത് പ്രൈസിന്റെ ബേസിസിലല്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 മീൻസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ബ്രാൻഡ് ഇക്വിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ പെർസെപ്ഷൻസ്, പെർഫോമൻസ് ആൻഡ് ബിഹേവിയർ റിലേറ്റഡ് ടു all aspect of the marketing of a brand. Correct ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും ട്രിക്ക് ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒത്തിരി വലുതാണ് എന്നുണ്ടെങ്കിൽ അതിലെ കീ വേർഡ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കൺസെപ്റ്റുമായിട്ട് ഇതിൽ ഏതെങ്കിലും വേർഡ്സോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കൺസെപ്റ്റോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യുക. അത് രണ്ടും മാത്രം ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായി അത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി അവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഓപ്ഷൻ സി നമുക്ക് അവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായി? അപ്പൊ രണ്ട് ആൻസർ നമുക്ക് അവിടെ തന്നെ എലിമിനേറ്റ് ആയിപ്പോയി. അപ്പൊ നമുക്ക് പിന്നെ കൺസിഡർ ചെയ്യേണ്ടത് എയും ഡിയും ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട് നിങ്ങൾ സ്റ്റക്ക് ആവുകയാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് ഒന്നുകിൽ എ അല്ലെങ്കിൽ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. നമുക്ക് 50-50 ചാൻസ് ആൻസർ കറക്റ്റ് ആകാൻ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. അവിടെയും നിങ്ങൾ കറക്കി കുത്തി ഒരു ആൻസർ എടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്നും കൂടി ആ ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ വായിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കൺസെപ്റ്റായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കറക്കി കുത്ത എന്നുള്ള ഓപ്ഷനെ നമ്മുടെ കയ്യിലുള്ളൂ. മാക്സിമം നമ്മൾ അത് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് 1, 2 ആണ്. ഞാനൊരു 2-3 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ ഓക്കെ being perceived will greatly influence others' perception of the person. The visible traits of the person perceived will not influence others' perception of the person. ഇത് മറ്റേ കടങ്കഥ ചോദിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ കുഞ്ഞു കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, സിയും ഡിയും ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ മെജോറിറ്റി പറഞ്ഞിരിക്കുന്നത് സി ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ ബീയിങ് പെർസീവ്ഡ് വിൽ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് അതേഴ്സ് പെർസെപ്ഷൻ ഓഫ് ദ പേഴ്സൺ. ഞാനിപ്പോ നിങ്ങളൊരാൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ, അതായിരിക്കും എളുപ്പം. നിങ്ങളിപ്പോ എന്നെ കാണുന്ന സമയത്ത് ഞാൻ എന്താണ്, എന്റെ പേഴ്സണാലിറ്റി എന്താണ്, അതാണല്ലോ പെർസെപ്ഷൻ. നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് പെർസീവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ എന്റെ സ്റ്റാറ്റസ്, നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ടീച്ചർ ആയിട്ടാണ്. അപ്പൊ എന്റെ അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണല്ലേ. അപ്പൊ എന്റെ സ്റ്റാറ്റസ് അതായിരിക്കും, നിങ്ങൾ എന്നെ പെർസീവ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കത്തില്ലേ? അതേസമയം ഞാൻ ഒരു ഫാക്കൽറ്റി ആണോ എന്നുള്ള ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ എന്താണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ ഒന്നും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എന്നെ പെർസീവ് ചെയ്യുന്ന രീതിയും ഞാൻ ഒരു ടീച്ചറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ പെർസീവ് ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആണല്ലോ. ആണ്. അപ്പൊ അവിടെ സ്റ്റാറ്റസ് ബീങ് പെർസീവ്ഡ് വിൽ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് അതേഴ്സ് പെർസെപ്ഷൻ ഓഫ് ദ പേഴ്സൺ. ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then statement 2 പറയുന്നത് എന്താണ്? The visible traits of the person perceived will not influence others' perception of the person. അപ്പൊ തെറ്റല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ എങ്ങനെയാണ് എന്റെ അറ്റയർ, ആ ഒരു കാര്യം അതാണ് എന്റെ വിസിബിൾ ട്രേറ്റ്സിനകത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന കാര്യങ്ങൾ. എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഞാൻ സംസാരിക്കുന്ന രീതി, എന്റെ ഐ കോണ്ടാക്ട്, അതൊക്കെ നമ്മൾ അഫക്ട് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് സ്റ്റോക്ക് ഹോൾഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്സ് ഈസ് ഓഫ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻസ്? നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് മേടിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, എയും സിയും ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. മെജോറിറ്റി പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു സ്റ്റോക്ക് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് റിലേഷൻഷിപ്പ് ആണ് എന്നെ ഏറ്റവും കുറച്ച് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ലീസ്റ്റ് ബോധേഡ് ആയിട്ടുള്ളത് ഏതാണ്? എ പറയുന്നത് എന്താണ്? ദ റിട്ടേൺ ഓൺ അസറ്റ്സ് ഈസ് കൺസിസ്റ്റന്റ്ലി ഓഫ് ഹയർ ദാൻ ദ ഇൻഡസ്ട്രി ആവറേജ്. ബി. ഓക്കെ, ബിയും പറയുന്നുണ്ട്. നോക്കാം, റിട്ടേൺ ഓൺ അസറ്റ്, എന്റെ കമ്പനി അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ആവറേജിനെക്കാളും ഹയർ ആണ്. അത് ശരിക്കും കമ്പനി ഗ്രോത്തിലാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? നമ്മുടെ കേരളത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആസ് എ കേരളീയൻ, ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനം തോന്നത്തില്ല. നമ്മൾ ഹാപ്പി ആവുന്ന ഒരു കാര്യമല്ലേ? ആണ്. അപ്പൊ അതിൽ ഞാൻ ബോധഡ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻസ് അല്ല, ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ദെൻ ബി എന്താ പറയുന്നത്? ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഹാസ് ഇൻക്രീസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ പാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗെയിൻ ഞാൻ ബോധർ ആകുന്ന ഒരു കാര്യമല്ലേ? അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ഞാൻ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആകുമോ? ഇല്ല. എപ്പോഴും റിട്ടേൺ ഓൺ ഇക്വിറ്റി ഹയർ ആയിരിക്കുന്നതാണ് നല്ലത് അല്ലെ? അപ്പം അത് തിരിച്ചാണ് കേട്ടോ. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഹയർ ആണ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ബോധർ ആകുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? പോസിറ്റീവ്ലി ബോധർ ആകുന്ന ഒരു കാര്യമാണ് അല്ലെ? റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാനത് തിരിച്ച് പറഞ്ഞതായിരുന്നു കേട്ടോ, സോറി. അപ്പം റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടിക്കൊണ്ടിരിക്കുവാണെന്ന് പറയുമ്പോൾ അങ്ങനത്തെ കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി നല്ലതാണ്, അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ അതും എന്നെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബിയും അല്ല. ദെൻ സി പറയുന്നത് എന്താണ്? ദ നെറ്റ് ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡി പറയുന്നത് റിട്ടേൺ ഓൺ അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീയിങ് പെയ്ഡ് ടു ദ ലെൻഡേഴ്സ്. അപ്പം ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനേക്കാളും കൂടുതലാണ് എന്റെ അസറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ട് ഒരു അസറ്റ് മേടിച്ചു, ആ അസറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതലാണ്. എഗെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഞാൻ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു കാര്യമാണ്. സോ ഡിയും ഹൈലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകം അവിടുത്തെ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ എന്തെങ്കിലും എഫക്റ്റ് വരുന്നുണ്ടോ? കമ്പനി ഗ്രോത്തിലാണോ അല്ലെങ്കിൽ കമ്പനി ലോസിലാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ കാണിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ സി ഈസ് ദ ആൻസർ. സി ആയിട്ടുള്ള സിയിൽ പറയുന്ന റിലേഷൻഷിപ്പ് ആണ് ഞാൻ അത്ര കണ്ട് കൺസിഡർ ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം ബോധേഡ് അല്ല. അതെങ്ങനെയായാലും ഇപ്പം ആ ഒരു നെറ്റ് ഇൻകം എന്ന് പറയുന്നത് കൂടിയാലും കുറഞ്ഞാലും അത് എന്നെ ഇൻവെസ്റ്റ്മെന്റിനെ അല്ലെങ്കിൽ എന്റെ ഇൻവെസ്റ്റ്മെന്റ് റിലേഷൻഷിപ്പിനെ ഡിസിഷനെ വലുതായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ സി ഈസ് ദ കറക്റ്റ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ഹെസ്ബർഗ്? ഇത് ശരിക്കും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറേ സൈക്കിൾസിൽ പല രീതിയിൽ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇറ്റ് വിൽ അഫക്ട്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് എഫക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റു 3 റിലേഷൻഷിപ്പിനെക്കാളും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുന്നതാണോ ഈ പറയുന്ന സി? അല്ല. അപ്പൊ അവിടെ ശരിക്കും വരുന്നത് ഒരു കമ്പാരിസൺ ആണ്.
അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ വായിക്കുക. അപ്പൊ നമുക്ക് തോന്നുവാണ് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. ദെൻ ബി നോക്കുന്നു, അതും അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സിയും ഡിയും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നു. അപ്പൊ ഒന്നും കൂടെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, ഏതാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ സിഗ്നിഫിക്കന്റ് എന്നുള്ളത് നോക്കുക. ആ രീതിയിലോട്ട് പോകും. അശിഷൻ ക്ലിയർ ആയോ ഇപ്പൊ എന്തുകൊണ്ടാണ് അത് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന്? if working capital is less, it will affect fund flow. Definitely working capital കുറവാണെങ്കിൽ അത് ഫണ്ട് ഫ്ലോയെ അഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നെറ്റ് ഇൻകത്തിന് അത് അഫക്ട് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ അതിന് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എ ബി ഡി ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. മാക്സിമം നേരത്തെ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആൻസർ കമന്റ് ചെയ്യാനായിട്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം എടുക്കുവാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എ ബി ഡി ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹെസ്ബർഗിന്റെ തിയറി എല്ലാവർക്കും അറിയായിരിക്കും. മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലാത്തത് ഏതാണ്, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിലും അവർക്കതൊരു മോട്ടിവേഷൻ അല്ല, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ പറയുന്നത് എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അത് ശരിക്കും ഒരു മോട്ടിവേഷണൽ ഫാക്ടർ ആണോ? അല്ല, അതൊരു ഹൈജീൻ ഫാക്ടേഴ്സ്. അതൊരു ഹൈജീൻ ഫാക്ടർ ആണ് അല്ലെ. ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല ശരിക്കും. നമ്മള് കൂടുതൽ കരിയർ ഗ്രോത്ത് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ അതുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ അല്ല. സോ എ നമ്മുടെ ആൻസറിനകത്ത് വരും. സോ എ വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാസ്ക് സിമ്പിൾ ആയി. ആ എ വരുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ കൂടെ പെയർ ചെയ്ത് വരുന്ന ഒരു കാര്യം കൂടെ ഉള്ളൂ. ബി ആണോ ബി ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം പോലും വരില്ല. സിമ്പിൾ ആണല്ലേ ആൻസർ ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. ബി പറയുന്ന എന്താണ്? വർക്ക് ഇറ്റ്സെൽഫ് ഒരു മോട്ടിവേഷണൽ ഫാക്ടർ അല്ല, നമ്മളൊരു ഹൈജീൻ ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതും അല്ല. സോ പിന്നെ വരുന്നത് സാലറി ആണ് അല്ലെ, അതൊരു മോട്ടിവേഷണൽ ഫാക്ടർ അല്ല. സോ ബി ഇസ് ദ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എ ആൻഡ് ഓക്കെ, മെജോറിറ്റി പറഞ്ഞതും അത് തന്നെയാണ്. ജോബ് സാറ്റിസ്ഫാക്ഷനും ഇൻഫ്ലുവൻസ് ബൈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ബൈ ഹൈജീൻ ഫാക്ടേഴ്സും ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലാത്തത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്റർപേഴ്സണൽ റിലേഷൻസ്, ദെൻ ഏതാണ്? സാലറി ആണ് ആൻസർ. അഡ്വാൻസ്മെന്റ്, വർക്ക് അച്ചീവ്മെന്റ് ഒക്കെ വരുന്നത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. സോ എ ഇതൊന്ന് നോക്കി വെച്ചാണ് കേട്ടോ. ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, Gantt chart is applicable to what? Time study, production scheduling, trade forecasting and notice. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും എക്സ്റ്റേണൽ നോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ആണ് കറക്റ്റ് ആൻസർ. Gantt chart is applicable to പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ആണ്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് പ്രോഗ്രസ്, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് മോണിറ്റർ പ്രൊഡക്ഷൻ ഗൈഡ്ലൈൻസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ Gantt chart യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ്, അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് മാച്ച് ചെയ്യുക. ഇതിൽ ആ ഒരു ഓപ്ഷൻ സി റെപ്പറ്റേഷൻ ആയിട്ട് ബി ആണോ സി ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ തരാൻ സാധ്യതയുണ്ട്. അത് എ ബി സി ഡി ആണ്. ബി രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, സിയും ഡിയും ആണ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത്. മെജോറിറ്റി പറഞ്ഞിരിക്കുന്നത് ഡി ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നോക്കിക്കേ, ഇങ്ങനത്തെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തില് ഇപ്പം കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ എനിക്ക് ചോദിക്കുന്നുണ്ട് ഈ ഒരു മാത്സ് ഫോളോയിങ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് റഫ് വർക്കിനുള്ള ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറിൽ എ ബി സി ഡി എന്നുള്ള രീതിയിൽ 4 കോളം വരച്ചിട്ട് ഒരു സൈഡ് ഫുൾ മീൻസ് ഒരു പേജിന്റെ ഒരു പേപ്പർ കിട്ടുമ്പോൾ രണ്ടായിട്ട് മടക്കുക. ആ പേപ്പറിന്റെ ഒരു പോർഷൻ ഇല്ല, രണ്ടായിട്ട് മടക്കിയാൽ പോർഷൻ അങ്ങനെ ഒരു ടേബിൾ ആണ് വരച്ചിട്ടിരിക്കുക എ ബി സി ഡി കോളത്തിൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമുക്ക് അങ്ങ് എഴുതി പോകാനായിട്ട് സിമ്പിളാണ്. ഇപ്പൊ നമ്മൾ എ നോക്കുന്നത് സ്ട്രേഞ്ചേഴ്സ്. എന്താണ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാത്ത ആൾക്കാർ എന്നൊരു അർത്ഥത്തിലാണ് അല്ലെ. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലോ പൊട്ടൻഷ്യൽ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലോ പ്രൊജക്റ്റഡ് റേറ്റിംഗ്.
അപ്പം A3 ആണ് മനസ്സിലാക്കി. അപ്പൊ എന്റെ താഴെ നമ്മൾ എന്താ എഴുതുക 3 എന്ന് എഴുതി വെക്കാം. അപ്പൊ വേറെ ഒന്നിന്റെ നമ്മൾ പിന്നെ ആ ഒരു 3 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെൻ ആൻഡ് പേപ്പർ എക്സാം ആണെങ്കിൽ അതങ്ങ് വെട്ടിക്കളയാം. ഇവിടെ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് പോവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം A എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി. മീൻസ് സ്ട്രേഞ്ചേഴ്സ് ലോ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലോ പ്രൊജക്റ്റഡ് ലോയൽറ്റി. നമുക്ക് ട്രൂ ഫ്രണ്ട്സ് എന്താണെന്ന് നോക്കാം. ആ ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ ട്രൂ ഫ്രണ്ട്സ്. നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഹൈ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഹൈ പ്രൊജക്റ്റഡ് ലോയൽറ്റി. അപ്പൊ C2 ആണെന്ന് മനസ്സിലായി, A3 ആണെന്ന് മനസ്സിലായി. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിപ്പോ ഭയങ്കര ഈസിയാണ്. സ്ട്രേഞ്ചേഴ്സ് എന്താണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി ആൻസറിൽ എത്താനായിട്ട് പറ്റും. C എല്ലാവർക്കും ട്രൂ ആണ് പറഞ്ഞിരിക്കുന്നത്. വേറെ കൺഫ്യൂഷൻ ആവശ്യമൊന്നും വരുന്നില്ല. D is the correct answer. Moving to the next question. Indian Assistant Platform developed by the city catered which of the following enterprises? P ആണ് നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫോർമൽ മൈക്രോ എന്റർപ്രൈസസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ അസിസ്റ്റന്റ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. D ആണ്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇൻഫോർമൽ മൈക്രോ എന്റർപ്രൈസ് formal sector, facilitate the issues of Indian registration certificate even for those not registered under GST or other formal systems. Help them avail benefits of government schemes, formal credit and financial inclusion. For the registry ചെയ്തിട്ടില്ലാത്ത മൈക്രോ എന്റർപ്രൈസിന്റെ പോലും ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ. Which one of the following is not the view of ethics among the following? D ആണ് നിങ്ങൾ പറയുന്നത്. റൈറ്റ് വ്യൂ ഓഫ് എത്തിക്സും നോൺ ഇന്റഗ്രിറ്റി സോഷ്യൽ വ്യൂ. നോൺ ഇന്റഗ്രിറ്റി സോഷ്യൽ വ്യൂ ഇസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്സ് വ്യൂ ഓഫ് എത്തിക്സ് ഈസ് ദേർ. ഇൻഡിവിജ്വലിസം വ്യൂ, യൂട്ടിലിറ്റേറിയൻ വ്യൂ, ജസ്റ്റിസ് വ്യൂ ആൻഡ് മോറൽ റൈറ്റ്സ് വ്യൂ. അങ്ങനെ 4 ടൈപ്സ് ഓഫ് വ്യൂ ആണ് ഈ ഒരു എത്തിക്സിനകത്ത് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതിൽ വരാത്തത് നോൺ ഇന്റഗ്രിറ്റി സോഷ്യൽ വ്യൂ ആണ് വരുന്നത്. നെക്സ്റ്റ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സോഷ്യലൈസേഷൻ. നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓർഗനൈസേഷണൽ സോഷ്യലൈസേഷന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യുക. യെസ്, എല്ലാവരും പറയുന്ന ആൻസർ C ആണ്. C ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് വരുന്നത്? പ്രൊവൈഡ് ചാലഞ്ചിങ് ഫസ്റ്റ് ജോബ്, then provide a relevant training, then വരുന്നത് ഏതാണ്? പ്രൊവൈഡ് ടൈംലി ആൻഡ് കൺസിസ്റ്റന്റ് ഫീഡ്ബാക്ക്, സെലക്ട് എ ഗുഡ് ഫസ്റ്റ് സൂപ്പർവൈസർ ടു ബി ഇൻചാർജ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പൊ ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. പിന്നെ കൂടുതൽ ഈ ഒരു ഏരിയ ഓക്കെ ആണെന്ന് തോന്നുന്നു ഓർഗനൈസേഷൻ സോഷ്യലൈസേഷൻ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മേ ബി എല്ലാ സ്റ്റെപ്സും അറിയിച്ചില്ലായിരിക്കും. ആ ഒരു കറക്റ്റ് സീക്വൻസും ചേഞ്ചസ് ഒന്നും നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഫസ്റ്റും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഏതാണ് ആദ്യം വരുന്നത്, ഏതാണ് ലാസ്റ്റ് വരുന്നത് എന്നുള്ളത്. അതിൽ ആ വേർഡിങ്സ് നമ്മൾ ആ കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും ആ വേർഡിങ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരുടെ ട്രെയിനിങ്, ടൈംലി ആൻഡ് കൺസിസ്റ്റന്റ് ഫീഡ്ബാക്ക്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫീഡ്ബാക്ക് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് എന്തായാലും വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സിംപ്ലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റും ലാസ്റ്റും കണ്ടുപിടിക്കാം. ദെൻ നമ്മൾ 3 എടുത്തു. 3ക്ക് മുന്നേ ഏതാ വരുന്നത്, അല്ലെങ്കിൽ 3ക്ക് ശേഷം ഏതായിരിക്കും വരുന്നത്, അങ്ങനെ ഒന്ന് ലോജിക്കലി ടിക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ 5 നമ്മൾ എടുക്കുവാണ്. 5 ഒരിക്കലും 1ന് മുന്നേ വരത്തില്ല, അല്ലെങ്കിൽ 5 1 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെയുള്ള ലോജിക്കൽ സീക്വൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഒന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ റഫ് പേപ്പർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം നമ്മൾ ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ലോജിക്ക് പിടികിട്ടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുവാണ് 3 കഴിഞ്ഞിട്ടേ 2 വരുള്ളൂ. എന്നിട്ട് നമ്മൾ 1 4 വായിച്ചിട്ട് പോകുകയും നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. നമ്മൾ കുറെ സമയം അവിടെ എടുക്കും. ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ നമ്മുടെ സമയം അവിടെ പോവാണ്. അപ്പൊ നിങ്ങൾ റഫ് പേപ്പറിൽ അവർ വർക്ക് ചെയ്യാൻ തന്ന പേപ്പറിൽ ആ ഒരു ഓർഡർ അറേഞ്ച് ചെയ്ത് ടിക്ക് ചെയ്ത്. നെക്സ്റ്റ് അഗൈൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ബിഗ് 5 പേഴ്സണാലിറ്റി ട്രൈറ്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ABCD എല്ലാ ആൻസേഴ്സും വന്നിട്ടുണ്ട്, എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഓരോന്നായിരിക്കും ആദ്യം കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം. എന്നാലും എനിക്ക് തോന്നുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റി, നമ്മൾ എപ്പോഴാണ് ഇമോഷണലി സ്റ്റേബിൾ ആകുന്നത്, നമുക്ക് ഒരിടത്തും പേടിയില്ല, അല്ലെങ്കിൽ നമ്മളെ എന്തും ചെയ്യാൻ ഓക്കെ ആകുന്നത് എപ്പോഴാണ്, നമ്മൾ സെക്യൂർ ആകുമ്പോഴല്ലേ, നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയത്തല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
അപ്പൊ ഇമോഷണൽ സ്റ്റെബിലിറ്റി മീൻസ് സെക്യൂർ. നമ്മള് പേടി അതൊക്കെ ഇമോഷണലി എപ്പോഴും നമ്മൾ സ്റ്റേബിൾ ആവുന്ന നമ്മളൊന്നെങ്കിൽ എപ്പോഴും എന്നല്ല മെജോറിറ്റി സമയങ്ങളിൽ നമ്മൾ ഹാപ്പി പേഴ്സൺ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഫിയർ ആയിട്ടിരിക്കുക, കൺഫ്യൂസിംഗ് ആയിട്ടിരിക്കുക. അപ്പൊ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മൾ സെക്യൂർ ആകുന്ന സമയത്താണ് അല്ലെ. അപ്പൊ B4 ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് ബിയും ഡിയും നോക്കുന്ന സമയത്ത് A3 ആണ്. A3 എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെന്റ് ട്രസ്റ്റിംഗ്. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത രണ്ടെണ്ണം വെച്ച് നോക്കിയാൽ സിയും ഡിയും ഏതൊക്കെ വരുമെന്നാണ്. ഇനി നമുക്ക് കിടക്കുന്നത് എക്സ്ട്രോവേർഷനും ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ആണ്. ലിസ്റ്റ് 2 വരുന്നത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. ട്രസ്റ്റിംഗ് അല്ല, ഇമാജിനേറ്റീവും അസർട്ടീവും ആണ്. നമ്മളെപ്പോഴും നമ്മളൊരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വി ആർ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ആണ് അല്ലെ. നമ്മള് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാണ്. ഒരു ട്രിപ്പ് പോകുന്നു, ഒരു ട്രക്കിങ്ങിന് പോകുന്ന സമയത്താണ് നമ്മള് ആ ഒരു മലയൊക്കെ മലയൊക്കെ പോകുന്നത്. എന്തുകൊണ്ടാണ്? പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന കാഴ്ച അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ. സോ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഈസ് ഇമാജിനേറ്റീവ്. ഓപ്ഷൻ ചെയ്യാം. സോറി, ഓപ്ഷൻ ചെയ്യാം. Moving to the next one, an organizational vision should include in താഴെ പറയുന്നത് ഏതൊക്കെയാണ് ഒരു ഓർഗനൈസേഷണൽ വിഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ പറഞ്ഞേക്കുന്ന ആൻസേഴ്സ് A, B and D ആണ്. A, B, C, D, A, C, D and A, D and E. അപ്പം C ആരും പറഞ്ഞിട്ടില്ല. A, C and E. ഓക്കെ, ഓർഗനൈസേഷന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷൻ എന്നൊരു വേർഡ് നമ്മൾ കേട്ടാൽ ഉടനെ ആസ്പിറേഷൻ എന്നൊരു വേർഡ് നമ്മുടെ മൈൻഡിലോട്ട് വരണം. ഓർഗനൈസേഷന്റെ ഫൈനൽ ആസ്പിറേഷൻ എന്താണ്? അതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളതാണ് നോക്കാം. ഒരു ഓർഗനൈസേഷണൽ ചാർട്ടർ ഓഫ് കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഒരു ഓർഗനൈസേഷന്റെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതെന്തായാലും പറയണം അല്ലെ. നമ്മുടെ വിഷൻ, നമ്മുടെ ആസ്പിറേഷൻ, നമ്മൾ എവിടെ എത്താനാണ് നമ്മുടെ ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ വാല്യൂസിനെയും നമ്മുടെ പ്രിൻസിപ്പിൾസിനെയും ഒക്കെ ബേസ് ചെയ്തിരിക്കും. എത്തിക്കലാണോ, അൺഎത്തിക്കലാണോ, അല്ലെങ്കിൽ എത്രത്തോളം എത്തിക്കലാണ്, അതൊക്കെ നമ്മൾ എന്തായാലും പറയണം. സോ എ എന്തായാലും നമ്മുടെ ആൻസറിൽ വരും. അപ്പൊ എ ആൻസറിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. B, C, D ആണ്. അവിടെ എ പറയുന്നില്ല. സോ എ നമ്മുടെ ആൻസർ അല്ല. ദെൻ ബി പറയുന്നത് എന്താണ്? എ സ്ട്രാറ്റജി ഓർ പ്ലാൻ ആൻഡ് എ വ്യൂ ഫ്രം ദ ടോപ്പ്. നമ്മുടെ ഒരു സ്ട്രാറ്റജി, പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ വിഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണോ? അല്ല. നമ്മൾ വിഷൻ പറഞ്ഞു ദെൻ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ബി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ലൈക്ക് നമ്മൾ പറയുന്ന ബാക്കി ഓപ്ഷൻ എയും സിയും ഡിയും ഡിയിലും ഒന്നും ബി ഇല്ല. ഓക്കെ, അപ്പൊ ബി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ്, ദ സോഴ്സ് ഓഫ് പ്രയോറിറ്റീസ്, പ്ലാൻസ് ആൻഡ് ഗോൾസ്. നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ പ്ലാൻസ്, നമ്മുടെ ഗോൾസ് അതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, നമ്മൾ എവിടെ നിന്നാണ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, അത് എന്തായാലും നമ്മുടെ വിഷൻ, നമ്മുടെ ആസ്പിറേഷൻ പറയുമ്പോൾ നമുക്ക് അത് എവിടെ നിന്ന് വന്നു എന്നും കൂടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ സിയും നമ്മുടെ വിഷനകത്ത് വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡി പറയുന്നത് എന്താണ്? എ പുഷ് ഇൻ ടു ദ ഫ്യൂച്ചർ. ഈ പറയുന്നത് ഡിറ്റർമിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് വാട്ട് മേക്സ് ആൻ ഓർഗനൈസേഷൻ യൂണിക്. അഗെയിൻ അത് റിലേറ്റഡ് ടു ദ സ്ട്രാറ്റജി ആണ്. ഒരു ഓർഗനൈസേഷനെ യൂണിക് ആയിട്ട് നിർത്തുന്നത് എന്താണ്, അതിന്റെ USP എന്താണ് എന്ന് അത് പറയുന്ന സ്ട്രാറ്റജിയാണ്. അപ്പൊ ഈ നമ്മുടെ ആൻസറിനകത്ത് വരുന്നില്ല. എ പുഷർ ഇൻ ടു ദ ഫ്യൂച്ചർ, ആസ്പിറേഷൻ, ഫ്യൂച്ചർ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. A, C and D. അപ്പൊ ഓർഗനൈസേഷന്റെ വിഷൻ ഷുഡ് ഇൻക്ലൂഡ് വാട്ട്? ആൻ ഓർഗനൈസേഷണൽ ചാർട്ടർ ഓഫ് കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ദ സോഴ്സ് ഓഫ് പ്രയോറിറ്റീസ്, പ്ലാൻസ് ആൻഡ് ഗോൾസ് ആൻഡ് എ പുഷർ ഇൻ ടു ദ ഫ്യൂച്ചർ. സോ B is the correct answer. Next, which of the following are characteristics of financial markets? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ദെൻ അവർ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യുന്നില്ല, ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒത്തിരി ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1, 2 ക്വസ്റ്റ്യനും ദെൻ അസഷൻ റീസൺ ടൈപ്പും ക്വസ്റ്റ്യൻ മാറിയപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൊണ്ടാണ്. ഒരു സിമ്പിൾ MCQ സോൾവ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പാടാണല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. മാച്ച് ദ ഫോളോയിങ് അഗെയിൻ എളുപ്പമാണ്. അതിൽ മാക്സിമം സ്കോർ സെക്യൂർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് നമ്മുടെ ലോജിക്കും നമ്മുടെ നോളജൊക്കെ അപ്ലൈ ചെയ്താലേ ഇതൊക്കെ കിട്ടുള്ളൂ നമുക്ക്. എന്നാലും മാക്സിമം ഏതാണ് വരാത്തത് ഒരു എലിമിനേഷൻ ടെക്നിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, ACD ആണ്. നിങ്ങൾ പറഞ്ഞേക്കുന്ന ആൻസർ ACD ആണ്. നമുക്ക് നോക്കാം. എ പറയുന്നത് 1, 2 and 3, 2, 3 and 4, then 1, 2, 4. ഓക്കെ, ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് ആ രീതിയിലും നോക്കാം നമുക്ക്.
ഫസ്റ്റ് വൺ പറയുന്നത് പ്രൈസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡെപ്ത് ആണ് അല്ലെ. പ്രൈസ് കണ്ടിന്യൂറ്റി ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ പ്രൈസ് കണ്ടിന്യൂറ്റി ഡെപ്ത് ഉറപ്പായിട്ട് ബന്ധമുണ്ട്. ഒരു പ്രൈസ് ഫിക്സഡ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ അവർ കണ്ടിന്യൂറ്റി ആണ്. സോ വൺ എന്തായാലും നമ്മുടെ ആൻസറിൽ വരുന്നുണ്ട്. അപ്പൊ വണ്ണ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേ പകുതി ജോലി കഴിഞ്ഞു. രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളൊന്നും സോൾവ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ കറക്കി കുത്തുന്ന ഒരെണ്ണം ശരിയായ 50-50 ചാൻസ് ആണ്. കണ്ടോ, ഒരു ഓപ്ഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം വരുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഓപ്ഷൻ എയും ഡിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3 ആണ് ക്വസ്റ്റ്യനബിൾ ആയിട്ട് വരുന്ന ഒരു കാര്യം അല്ലെ. ഒന്നുകിൽ 3 വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 4ഉം 5ഉം വരുന്നുണ്ടോ ഇല്ലയോ അത് കണ്ടുപിടിച്ച് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമ്മൾ കഴിഞ്ഞു. 5 നോക്കിക്കേ, മിനിമം ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻഫർമേഷണൽ എഫിഷ്യൻസി. ആ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ ആ ഒരു എഫിഷ്യൻസിയാണ്, ഇൻഫർമേഷണൽ എഫിഷ്യൻസിയാണ്. 4 പറയുന്നത് എന്താണ്? ടൈംലി ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഫ്ലോ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷൻ എഫിഷ്യൻസി, അതിന്റെ അവൈലബിലിറ്റി ആണ് ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ 4ഉം 5ഉം എന്തായാലും വരുന്നുണ്ട്. അത് ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 3 പറയുന്നത് എന്താണ്? നോർമേറ്റീവ് ഗവേണൻസ് ആൻഡ് റെഗുലേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറച്ച് മാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് വരുന്ന കാര്യമാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് വൺ. Nobel laureate Robert Shiller advocates price earning ratio based on what? ഇത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള 2013 സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് ഈ ഒരു കൺസെപ്റ്റ് മേ ബി നമ്മൾ ഫെമിലിയർ ആകാനുള്ള സാധ്യതയില്ല. ഇവിടെ നമ്മൾ കറക്കിക്കുത്തായിരിക്കും നടക്കുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത സർപ്രൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവിടെ വെച്ച് നമ്മൾ തളർന്നൊന്നും പോകരുത്. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിവ്യൂ ചെയ്ത് ഇടുന്നതും അത്രത്തോളം ഞാൻ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒന്നും അറിയാത്ത ഒരു ആൻസർ നമ്മൾ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ വന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയ ഒരു ബ്ലൂട്ടിക് ആണെന്ന് തോന്നുന്നു അല്ലെ. അതിട്ടിട്ട് നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നുകിൽ നമ്മളത് മറന്നു പോകും, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ വന്നാലും എഗെയിൻ നമ്മൾ കറക്കി കുത്താൻ പോവാണ്. അപ്പൊ ആ സമയം നമ്മൾ വേസ്റ്റ് ആക്കി കളയണ്ട. ആ ഒരു സമയം നമുക്ക് നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയത്തില്ല, കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു വേർഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ ഒരു ആൻസർ കൊടുത്തു പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്റ്റേണൽ വോയിസ് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അനലിസ്റ്റ് ഫോർവേഡ് ഏർണിംഗ്സ് ഫോർകാസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, നിങ്ങൾ കറക്റ്റ് അറിഞ്ഞിട്ടാണോ പറഞ്ഞത്, കറക്റ്റ് കുത്തിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നോക്കിക്കോ, റോബർട്ട് ഷില്ലർ, ദ നോബൽ laureate is known for advocating the use of forward-looking measures for valuation, especially the CAPE ratio. CAPE എന്ന് വെച്ചാൽ സൈക്ലിക്കലി അഡ്ജസ്റ്റഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. ആൻഡ് സിമിലർ അപ്രോച്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോർവേഡ് ലുക്കിംഗ് മെഷർ അഡ്വക്കേറ്റ് ചെയ്ത ആളാണ്. കറക്കി കുത്തി. ഓക്കെ. While the traditional PE ratio often uses past earnings like trailing 12 months, Shiller approach emphasizes importance of future earnings expectations, which are often captured through analyst forward earnings forecast. അപ്പൊ ഈ ഒരു ആള് റോബർട്ട് ഷില്ലർ പറയുന്ന അനുസരിച്ചിട്ട് പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്യൂച്ചർ ഏർണിംഗ്സിന്റെ ബേസിസിലാണ്. ഫ്യൂച്ചർ ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് അല്ലെ, ഫ്യൂച്ചർ ഫോർവേഡ് ഫോർകാസ്റ്റ് അങ്ങനെയുള്ള വേർഡായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു മാത്സ് ഫോളോയിങ്ങിനൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, cash flows are grouped in the cash flow statement as per IND AS3 into which of the following major categories? ഓക്കെ, ബിയും സിയും ഡിയും ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഈ 3 ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, deviation from market portfolio, a point on the capital market line that differentiates investors' investing and financing decisions is described by what? Convergence theorem ആണോ, സെപ്പറേഷൻ തിയറം ആണോ, എഫിഷ്യന്റ് മാർക്കറ്റ് തിയറം ആണോ, ആർബിട്രേജ് പ്രൈസിംഗ് തിയറം ആണോ?
ബിയും സിയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മെജോറിറ്റി ബി ആണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നോക്കിയ ഈ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇവിടെ നോക്കിയ ഡിഫറൻഷിയേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ഡിസിഷൻസ്, ഒരു സെപ്പറേഷൻ അല്ലേ അവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു കീവേഡ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് ഡിസിഷൻ സെപ്പറേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സെപ്പറേഷൻ ബി ആണ്. സോ നെക്സ്റ്റ്, which one of the following attributes of advertising regarding the launching of a new product calls for spending all the advertising budget in a single period? ഓക്കെ, ഗുഡ് വൺ. എല്ലാരും ഡി ആണ് പറയുന്നത്. അവിടെ പറയുന്നുണ്ടല്ലേ, സ്പെൻഡിങ് ഓൾ ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഇൻ എ സിംഗിൾ പീരീഡ്, ഒറ്റ കാലത്തേക്ക് അല്ലെ, ഒരു പീരീഡിലത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുക. മീൻസ് ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ആണ്. പൾസിംഗ്, ലൈറ്റിംഗ്, കണ്ടിന്യൂറ്റി ഒന്നുമല്ല. കോൺസെൻട്രേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഗുഡ് വൺ. നെക്സ്റ്റ്, which one of the following is organizational process related job stress? Organizational process related job stress. എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് നമുക്ക് പറയാവേ. ഓക്കെ, എല്ലാവരും എ ആണ് പറയുന്നത്. കറക്റ്റ് ആണ്. ഓർഗനൈസേഷന്റെ പ്രോസസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ജോബ് സ്ട്രെസ് എന്നാണ്. പെർഫോമൻസ് ഫീഡ്ബാക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാതിരിക്കുമ്പോഴാണ്. സോ എ ഇസ് ദ കറക്റ്റ് ആൻസർ. റൊട്ടേറ്റിംഗ് മെമ്പർഷിപ്സ് നോട്ട് ഓപ്പർച്യൂണിറ്റി ഫോർ അഡ്വർടൈസ്മെന്റ് ഒന്നുമല്ല. എ ഇസ് ദ കറക്റ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് അഡ്വർടൈസിംഗ് റിഗാർഡിംഗ് ദ ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് കോൾസ് ഫോർ സ്പെൻഡിങ് ഓൾ ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് ഇൻ എ സിംഗിൾ പീരീഡ്. അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുവാണ്. അതിൽ അഡ്വർടൈസ്മെന്റിന്റെ ഏത് ആട്രിബ്യൂട്ട് ആണ് അഡ്വർടൈസിംഗിന്റെ ഒരു കൊടുത്തിരിക്കുന്ന ബഡ്ജറ്റ് ഫുൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ലെറ്റ്സ് സേ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അത് ഏത് ആട്രിബ്യൂട്ട് ആണെന്നാണ് പറയുന്നത്. പൾസിങ്ങും ഫ്ലൈറ്റിങ്ങും കണ്ടിന്യൂ ചെയ്യുന്ന വെച്ചാൽ ഒരു ഇയർ റൗണ്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ്. അതിൽ മേ ബി ഒരു ഹോളിഡേ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പീക്ക് സീസൺ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം പ്രോഡക്ട്സ് ഒക്കെ കെട്ടിക്കിടക്കത്തില്ലേ, ഇപ്പൊ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഓഫേഴ്സ് അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൂടുതൽ കൊടുത്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റ്, അഡ്വർടൈസിംഗിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വക മാറ്റി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിലോ ഒരു സിംഗിൾ പീരീഡിൽ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് ഫുൾ നമ്മൾ മാക്സിമം എടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തുവാണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഇതൊന്നും അറിയില്ലെങ്കിലും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ലാസ്റ്റ് ലൈൻ ഒന്നുകൂടെ നോക്കിക്കേ. ഓൾ ദ അഡ്വർടൈസിംഗ് ബഡ്ജറ്റിന് സിംഗിൾ പീരീഡ്, ഒറ്റ പീരീഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഡി ആണ് കറക്റ്റ്. ഇനി ഡൗട്ട് ഉണ്ടോ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടോ, നമുക്ക് നോക്കാം. Okay, match the following ആണ് trade concepts and terminology, then descriptive characteristics. ഇത് അഗൈൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. നമ്മുടെ വേൾഡ് ബാങ്കും അവര് IMF ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്. IMF, വേൾഡ് ബാങ്ക് അതിൽ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. വേൾഡ് ബാങ്ക് അല്ല, IMF സ്പെസിഫിക്കലി അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയ നിങ്ങൾ വിട്ടിട്ട് എക്സാമിന് പോകണ്ട, അത്രയും ഇമ്പോർട്ടന്റ് ആണ്.
ഗുഡ് വൺ. എല്ലാവരും എ ആണ് പറയുന്നത്. ഇതിലാ നോക്കിയാൽ MFN അല്ലെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ, അതെന്താണ്? ഇറ്റ് പ്രിവെന്റ് കൺട്രീസ് ഫ്രം ദ ഡിസ്ക്രിമിനേറ്റിംഗ് എമംഗ് ദ ഫോറിൻ സപ്ലൈസ് ഓഫ് സർവീസ്. അത് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. സോ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട്? അല്ലെങ്കിൽ ആരുമായിട്ടാണ് അസോസിയേറ്റഡ് വിത്ത്? ഓക്കെ, എയും സിയും ആണ്. മെജോറിറ്റി എ ആണ്, എയും ബിയും സിയും. ഓക്കെ, മെജോറിറ്റി ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ആ ഒരു ഇന്നോവേഷൻ തിയറീസ് ഇല്ലേ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും. കറക്റ്റ് ആൻസർ എബർട്ട് റോഗേഴ്സ് ആണ്. എക്സ്പ്ലെയിൻസ് ഹൗ, വൈ ആൻഡ് അറ്റ് വാട്ട് റേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നോളജീസ് സ്പ്രെഡ് ത്രൂ കൾച്ചർ ഓർ സൊസൈറ്റിയൽ വാല്യൂ സോഷ്യൽ സിസ്റ്റംസ്. നമ്മളൊരു പ്രോഡക്റ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഏത് റേറ്റിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഗ്രാഫ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇന്നോവേറ്റർ, ഏർലി അഡോപ്റ്റേഴ്സ്, ഏർലി മെജോറിറ്റി, ലേറ്റ് മെജോറിറ്റി ആൻഡ് ലെഗാർഡ്സ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോവേറ്റേഴ്സ് ആദ്യമായിട്ട് ആ പ്രോഡക്റ്റ് മേടിക്കുന്നത് 2.5% ആൾക്കാരായിരിക്കും. ദെൻ ഏർലി അഡോപ്റ്റേഴ്സ് 13.5% ആയിരിക്കും. ദെൻ മെജോറിറ്റി ആൾക്കാർ വരുന്നത് ആ രണ്ട് പോർഷനിലാണ്, ഏർലി മെജോറിറ്റിയും ലേറ്റ് മെജോറിറ്റി. അത് 34 ഈച്ച് ആണ്. ദെൻ ലെഗാർഡ്സ് 16%. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ആ ഒരു നമ്പേഴ്സ് ഉൾപ്പെടെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? എ, ബി, ഡി ആണ് നിങ്ങൾ പറയുന്നത്. നോക്കാം. കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എ പറയുന്നത് എന്താണ്? സ്പെക്കുലേറ്റർ ട്രൈങ് ടു മേക്ക് പ്രോഫിറ്റ് ബൈ ബൈയിങ് കമ്പനി ഷെയർസ് ഓൺ എ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്പെക്കുലേഷൻ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല. സ്പെക്കുലേഷൻ ഇസ് ഡിഫറെന്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഒരു ഷെയർ ഞാൻ മേടിക്കുവാണ്, ഞാൻ ഷെയർ മേടിക്കുന്നത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാണ്. ഞാൻ ലോങ് ടൈം ആണ് അതിൽ നിന്ന് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് അത് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ ഇന്ന് മേടിക്കുന്നു, വില കൂടുമ്പോൾ വേറൊരാൾക്ക് മറിച്ച് വിൽക്കാം എന്ന് പറഞ്ഞ് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് സ്പെക്കുലേഷൻ, അല്ലെ? സ്പെക്കുലേഷൻ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റേ അല്ല. അപ്പൊ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട. പറയുന്നത് എന്താണ്? ഇന്ത്യൻ എനർജി കമ്പനി ബൈയിങ് ടെർഷറി അബ്രോഡ് വേർ ഇറ്റ് എക്സ്പെക്ട്സ് ടു ഫൈൻഡ് ഓയിൽ റിസർവ്. ഒരു ഇന്ത്യൻ എനർജി കമ്പനി ടെർഷറി വേറൊരു സ്ഥലത്ത് അബ്രോഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, അവിടെ നിന്ന് അല്ലെങ്കിൽ ബൈ മീൻസ് മേടിക്കാൻ പോവാണ്, മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. എന്തിനാണ്? അവിടെ ഓയിൽ റിസർവ് ഉണ്ട് എന്നുള്ള എക്സ്പെക്ടേഷനിൽ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ലോങ് ടൈം ആണ്. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സി പറയുന്നത് എന്താണ്? എ ടൂറിസ്റ്റ് പർച്ചേസിംഗ് ഫോറിൻ കറൻസി ടു സ്പെൻഡ് ഓൺ എ ഹോളിഡേ അബ്രോഡ്. അത് സ്പെൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഫോറിൻ കറൻസി ഞാനൊരു $10 മേടിച്ച് വെക്കുകയാണ്. എന്തിനാണ്? പുറത്ത് രാജ്യത്ത് പോകുമ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. എഗെയിൻ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഡി പറയുന്നത് കമ്പനി സൈനിങ് ആൻ എഗ്രിമെന്റ് വിത്ത് ടു ഹോൾസെയിലർ ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് പ്രോഡക്റ്റ് ഇൻ ഫോറിൻ മാർക്കറ്റ്സ്. അത് എഗെയിൻ ഒരു ഫ്രാഞ്ചൈസിങ്ങോ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചറോ ലൈസൻസിങ്ങോ ഒക്കെയാണ്. അവിടെ ഹോൾസെയിലറുമായിട്ട് ഞാനൊരു എഗ്രിമെന്റിലോട്ട് വരുവാണ്, ഒരു കോൺട്രാക്ട് ആണ്. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡിസ്ക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് ഫിറ്റ് ഈസ് സെൻട്രൽ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കൂൾസ് ഓഫ് തോട്ട് ഫോർമുലേഷൻ? കൺസെപ്റ്റ് ഓഫ് ഫിറ്റ്. നമ്മൾ പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതെ, പുറത്തെ രാജ്യത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണല്ലോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അമേരിക്കയുടെ ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോം ഒന്നുകിൽ മേടിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു ഫോം സ്റ്റാർട്ട് ചെയ്യുന്നു, അതാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി അമേരിക്കയിലുള്ള ഒരു കമ്പനി ഇവിടെ ഉള്ള ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. യെസ്, മെജോറിറ്റി പറയുന്നത് ഓപ്ഷൻ എ ആണ്. എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓൾസോ ഗുഡ് വൺ. പൊസിഷനിങ് സ്കൂൾ ആണ്. ഇവിടെ വന്നിട്ട് ഡിസൈൻ സ്കൂൾ ഉണ്ട്, പ്ലാനിംഗ് സ്കൂൾ ഉണ്ട്, പൊസിഷനിങ് സ്കൂൾ ഉണ്ട്, ഓണ്ടർപ്രണോറിയൽ സ്കൂൾ ഉണ്ട്. ഞാൻ PPT ഷെയർ ചെയ്യും, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദ കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യും, ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്?
സിയും ഡിയും നിങ്ങൾ പറയുന്നുണ്ട്. ഡി നോട്ട് ഡിപ്പെൻഡന്റ് അപ്പോൺ ഫോറിൻ. യെസ്, ഡിപ്പെൻഡന്റ് അപ്പോൺ ചേഞ്ച് ഓഫ് കേസ്. യെസ്, ആക്ച്വലി കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്കെയിലിനെയും ചേഞ്ച് ഓഫ് ഒറിജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ സി ആണ് കറക്റ്റ് ആൻസർ. നോക്കൂ, ദ കോഎഫിഷ്യന്റ് ഓഫ് റിലേഷൻ യൂഷ്വലി റെഫറിംഗ് ടു ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയവും നമുക്ക് കിട്ടുന്ന മാർക്കും തമ്മിൽ റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് പഠിക്കുന്നത്, അല്ലെ? The correlation coefficient is invariant to both changes in scale and origin. Okay, if you add or subtract a constant, change of origin, the correlation remains the same. If you multiply or divide by a constant, the relation remains the same. എന്ത് ചെയ്താലും അത് സെയിം ആയിരിക്കും, അതായത് ആ റിലേഷൻ സെയിം ആയിരിക്കും. അപ്പൊ ഇത് മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന സമയവും നമുക്ക് കിട്ടുന്ന മാർക്കും തമ്മിലുള്ള റിലേഷൻ ആണ് കോറിലേഷൻ നോക്കുന്നത്. അവിടെ ആ ഒരു സ്കെയിലും ഒറിജിനും അതിനെ അഫക്ട് ചെയ്യുന്നില്ല. സോ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, the traditional accounting practices of resolving uncertainty by choosing the solution that leads to the lower amount of income being recognized in the current accounting period is based on which of the following accounting principles? വലിയ ക്വസ്റ്റ്യനും കുഞ്ഞ് ആൻസേഴ്സ്. ഓക്കെ, എയും സി ആണ് പറഞ്ഞിരിക്കുന്നത്. മെജോറിറ്റി സി ആണ് കറക്റ്റ് ആൻസറും. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്തും ഇത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്, ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതെല്ലാം നോക്കിയിട്ടേ പോവുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഒരു പ്രിൻസിപ്പിൾ, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആക്ച്വലി കൺസർവേറ്റിസം ആണ് കറക്റ്റ് ആൻസർ, പക്ഷെ നമുക്ക് അത് അറിയത്തില്ല, നമുക്ക് ആ പ്രിൻസിപ്പിൾ ആണോ എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാച്ചിങ് പ്രിൻസിപ്പിൾ, മാച്ച് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ മാച്ചിങ് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. മാച്ചിങ്ങും ഇവിടെ പറഞ്ഞതും തമ്മിൽ റിലേഷൻ ഇല്ല. മെറ്റീരിയാലിറ്റി പറയുന്നത് എന്താണ്? പ്രൂവ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എഴുതുവാണെങ്കിൽ അതിന് ബില്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അതിന് എവിഡൻസ് കൊടുക്കണം. അപ്പൊ അതുമല്ല. റിയലൈസേഷൻ പറയുന്നത് എന്താണ്? റവന്യൂ റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം റിയലൈസേഷനും അല്ല. അപ്പൊ ഒബ്വിയസ്ലി ആൻസർ മൂവ് ടു കൺസർവേറ്റിസം. ഓക്കെ, അപ്പൊ ഇവിടെ ദാറ്റ് ലീഡ്സ് ടു ദ ലോവർ എമൗണ്ട് ഓഫ് ഇൻകം ബീങ് റെക്കഗ്നൈസ്. നമ്മുടെ കറന്റ് അക്കൗണ്ടിംഗ് പീരീഡിൽ നമ്മൾ ലോവർ എമൗണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, which of the following is not an advantage of implementing a quality system that conform to ISO standards? യെസ്, നിങ്ങൾ പറഞ്ഞ ആൻസർ ബിയും ഡിയും ആണ്. യെസ്, ഡി ആണ് കറക്റ്റ് ആൻസർ. നോക്കി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ISO സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഒന്നും അറിയണ്ട, ക്വാളിറ്റി സിസ്റ്റം ഒന്നും നമ്മൾ അറിയണ്ട. നോക്കിക്കേ, ഇൻഎഫിഷ്യന്റ് ഡിസിഷൻ മേക്കിംഗ്, എന്തോ ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അത് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗിലോട്ട് ലീഡ് ചെയ്തു. ദാറ്റ് മീൻസ് അതൊരു അഡ്വാൻറ്റേജ് ആണ്? ഒരിക്കലും അല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വേറൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Percentage of output lost for each point reduction in the inflation rate is called as what? Yes, previous question പറയാവേ, നമ്മൾ ഇതൊന്ന് ആൻസർ ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, മെജോറിറ്റി പറയുന്ന സി ആണ്. ബിയും പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഔട്ട്പുട്ട് ഫോർ ഈച്ച് പോയിന്റ് റിഡക്ഷൻ ഇൻ ദി ഇൻഫ്ലേഷൻ റേറ്റ്. സാക്രിഫൈസ് അല്ലേ ശരിക്കും ചെയ്യുന്നത്? ഔട്ട്പുട്ട് ലോസ്റ്റ് ചെയ്യുന്നത് അവർ പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ സാക്രിഫൈസ് ചെയ്യുവാണ്. സോ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചത്. Which of the following is not an advantage of implementing a quality system that conform to ISO standards? വേറൊന്നും നമ്മൾ നോക്കണ്ട, ഒരു അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് ഇൻ എംപ്ലോയി ഇൻവോൾവ്മെന്റ്, എന്തിന്റെ ആയാലും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇംപ്രൂവ്മെന്റ് ഇൻ ഹൗസ് കീപ്പിംഗ്, അഗെയിൻ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ. ഇംപ്രൂവ്മെന്റ് ഇൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അഡ്വാൻറ്റേജ് ആണ്. ഇൻഎഫിഷ്യന്റ് ഡിസിഷൻ മേക്കിംഗ് ഇൻഎഫിഷ്യന്റ് ആകുന്നു. നമ്മളൊരു ISO സ്റ്റാൻഡേർഡിനകത്തുള്ള ഒരു ക്വാളിറ്റി സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗ് ഇൻഎഫിഷ്യന്റ് ആയിപ്പോയി. അതൊരു അഡ്വാൻറ്റേജ് ആണോ? ഒരിക്കലും അല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ ടി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ? Next, a salesperson who relies on creative methods for selling products and services is called what? Yes, creative ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ സെയിൽസ്, പ്രോഡക്റ്റും സർവീസും ഒക്കെ സെയിൽ നടത്തുന്ന ഒരു ഡിമാൻഡ് ക്രിയേറ്റർ ആണ്. ഗുഡ് വൺ, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. ഇതൊരു മാച്ച് ദ ഫോളോവിങ്ങിനും ഏതോ ഒരു സൈക്കിളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, the first and foremost important feature for a project to be successful is? യെസ്, മെജോറിറ്റി സി. ഒരാളുടെ ഡി പറഞ്ഞു. സി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഷുഡ് ഹാവ് എ മാർക്കറ്റ്. ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ
ബാക്കി പറയുന്നതെല്ലാം വേണം. ലീഗൽ സപ്പോർട്ട് വേണം, അഡിക്വേറ്റ് ഫൈനാൻസിങ് വേണം, സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ഒക്കെ ആകണം. അതിനൊക്കെ മുന്നേ ഇതൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് മേടിച്ച് ഉപയോഗിക്കണം, അല്ല അതിനൊരു മാർക്കറ്റ് വേണം. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, in the absence of transaction cost, if a stock floats above the security market line, it is എങ്ങനെയാണ്? overpriced ആണോ, underpriced ആണോ, fairly priced ആണോ, efficiently priced ആണോ? ഓക്കെ, എ ബി സി ഡി ഡൈവേഴ്സിഫൈഡ് ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. ബി അണ്ടർപ്രൈസ്ഡ് ആണ് കറക്റ്റ് ആൻസർ. നോക്കിയേ, ദ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഷോസ് ദ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണല്ലോ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് റിസ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതിന്റെ ലെവലാണ് കാണിക്കുന്നത്. മീൻസ് ആ ലെവൽ ഓഫ് റിട്ടേൺ ആണ് കാണിക്കുന്നത്. ഇപ്പൊ സ്റ്റോക്ക് ഫ്ലോട്ട്സ് അബോവ് ദ SML, ഇറ്റ് മീൻസ് ദ സ്റ്റോക്സ് എക്സ്പെക്ടഡ് റിട്ടേൺ ഈസ് ഹയർ ദാൻ റിക്വയർഡ് ഫോർ ഇറ്റ്സ് റിസ്ക്. ഇപ്പൊ SML മുകളിലാണ് നമ്മളൊരു സ്റ്റോക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് എക്സ്പെക്ടഡ് റിട്ടേണിനെക്കാളും അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹയർ ആണ്. ദിസ് ഇംപ്ലൈസ് ദ സ്റ്റോക്ക് ഈസ് അണ്ടർ പ്രൈസ്. മനസ്സിലായോ? എക്സ്പെക്ടഡ് റിട്ടേൺ കൂടുതലാണ്, റിസ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺ കൂടുതലാണ്, അപ്പൊ അത് അണ്ടർ പ്രൈസ്ഡ് ആണ്. ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് മോർ റിട്ടേൺ ദാൻ ദേ ഷുഡ് ഗിവൺ ദ റിസ്ക്. നമ്മൾ എടുക്കുന്ന റിസ്കിനെക്കാളും കൂടുതൽ നമുക്ക് റിട്ടേൺ തരുന്നുണ്ടെന്ന് വെച്ചാൽ അണ്ടർ പ്രൈസ്ഡ് ആണ്. കൺവേഴ്സ്ലി, ഇഫ് ഇറ്റ് പ്ലോട്ട് ബിലോ ദ SML, ദ സ്റ്റോക്ക് ഈസ് ഓവർ പ്രൈസ്ഡ്. റിസ്കിനെക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഓവർ പ്രൈസ്ഡ് ആണ്. മനസ്സിലായി? നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്കിനെക്കാളും കുറച്ച് റിട്ടേണേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അത്രയും വാല്യൂ ആ സ്റ്റോക്കിന് ഇല്ലെന്നാണ് പറയുന്നത്. രണ്ടും ഈക്വലാണെന്നുണ്ടെങ്കിൽ ഫെയർലി പ്രൈസ്ഡ് ആണെന്ന് പറയാം. ഇവിടുത്തെ കറന്റ് സിറ്റുവേഷൻ വന്നിട്ട് അണ്ടർ പ്രൈസ്ഡ് ആണ്. സ്റ്റോക്ക് പ്ലോട്ട്സ് എബോവ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ആണ്. അത് മീൻസ് ആ റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് റിസ്ക് കുറവാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് അണ്ടർ പ്രൈസ്ഡ്. റിട്ടേൺ കൂടുതലാണ്, റിസ്ക് കുറവാണ്. സോ next, which one of the following factors is not a factor in case of wide span of management? Yes, wide span of control allowed അല്ലാത്തൊരു സിറ്റുവേഷൻ ഏതാണ്? ഫാസ്റ്റ് ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ഫാസ്റ്റ് ചേഞ്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ കൂടുതലായിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും അല്ലെ. സോ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഗുഡ്. ബട്ട് ഈ ഒരു സ്പാൻ ഓഫ് കൺട്രോളിനെ റിലേറ്റ് ചെയ്തിട്ട് കൺഫ്യൂസിംഗ് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും, പക്ഷേ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്നുകൂടെ വായിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ആൻസർ പിക്ക് ചെയ്യുക. നെക്സ്റ്റ്, a technique of building up a list or a sample of special population by using an initial set of members as informates is called as what? Yes, C ആണ് കറക്റ്റ് ആൻസർ. സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സ്നോബോൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആദ്യം ഒരു സാമ്പിളിനെ കണ്ടുപിടിക്കുന്നു, ആ സാമ്പിളിനോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആ സാമ്പിളിന് അറിയാവുന്ന ആൾക്കാരാണ് അടുത്ത നമ്മുടെ സാമ്പിൾ ആവുന്നത്. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, സ്പെഷ്യൽ പോപ്പുലേഷൻ ബൈ യൂസിങ് ആൻ ഇനീഷ്യൽ സെറ്റ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്നോബോൾ. നെക്സ്റ്റ്, ഈ ഒരു പോപ്പുലേഷൻ സാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പേപ്പർ 1-ലും 2-ലും ഒരുപോലെ എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നെക്സ്റ്റ്, in which one of the following motives relevant for organizational climate there is an urge to be relevant and useful to large groups including society as a whole? ACE. Okay, AMC ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാൽ in which one of the following motives relevant for organizational climate, അപ്പൊ അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. There is an urge to be relevant and useful to large groups including society as a whole. അതാണ് നമുക്ക് വേണ്ട പോർഷൻ ആക്ച്വലി. റിലവന്റ് ആൻഡ് യൂസ്ഫുൾ ടു ലാർജ് ഗ്രൂപ്പ്സ്. ദാറ്റ് മീൻസ് എന്താണ്? അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ മോട്ടീവ്സ് എല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതല്ലേ. സൊസൈറ്റിക്ക് കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ. Extension is the correct answer. നോക്കിക്കേ, the extension motive refers to an individual's urge to be relevant, useful and contribute to larger groups including the organization, community or society as a whole. It reflects a concern for the welfare of others beyond personal or immediate group interest. Okay, മനസ്സിലായോ? എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മളുടെ വാല്യൂസ് എന്താണോ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ, അത് സൊസൈറ്റിയിലും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. അഫിലിയേഷൻ ഫോക്കസ് ഓൺ ബിൽഡിംഗ് ക്ലോസ് റിലേഷൻഷിപ്പ് ആൻഡ് ബീയിങ് ലൈക്ഡ് ബൈ അതേഴ്സ്. Influence relates to the desire to have an impact or control over others. Achievement is the right to accomplish goals and excel in tasks. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എക്സ്റ്റൻഷൻ ആണ്. നെക്സ്റ്റ്, the market price of PQR Limited is 44. EPS is which unit question? ഇത് നമ്മുടെ OB റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, EPS is 3.75 and the retention ratio is 60%. Then the multiplier according to Graham and Dodd model of dividend policy is. മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനാണ്. ഇതും അങ്ങനെയാണ്. നമുക്ക് ഫോർമുല അറിയില്ല, എന്താണ് കൺസെപ്റ്റ് എന്ന് അറിയില്ലെങ്കിൽ കറക്റ്റ് കിട്ടുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. ഓക്കെ,
സി പറഞ്ഞിട്ടുണ്ട്, ഡി പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇനി നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ്. ഫോമുല എന്താണ് മൾട്ടിപ്ലയർ കാണാനുള്ളത്? പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ്. ആ ഫോമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, മൾട്ടിപ്ലയർ കാണാൻ വേണ്ടിയിട്ട് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ എന്താണ് ഏർണിംഗ് പെർ ഷെയർ ആണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ട് പ്രൈസ് എത്രയാണ് വരുന്നത്? 44 ആണ്. EPS 3.75 ആണ്. അതൊന്ന് ഫോമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 16 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ്, പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് അറിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ, ഇപ്പം ഫൈനാൻഷ്യൽ മാനേജ്മെന്റും അക്കൗണ്ടിങ്ങിലൊക്കെയാണ് അങ്ങനത്തെ പ്രശ്നം വരാൻ സാധ്യതയുള്ളത്, സ്റ്റാറ്റിലൊക്കെ. അപ്പൊ ഇനി കുറെ ടെൻഷൻ അടിച്ചിട്ട് അതിലെ എന്താണ് ആ ഒരു മാത്തമെറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് നിൽക്കണ്ട. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണോ അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് ആ ഏരിയയിൽ ഒരു മാർക്കും പോകുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ടൈം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, the company's current ratio declined in a year during which its quick ratio improved. Which of the following is the most likely explanations? Okay, B ആണ് പറയുന്നത് majority. Yes, inventory is declining. A company's current ratio declined in a year during which its quick ratio improved. അത് പറയുന്നത് എന്താണ്? അതിന്റെ likely explanation inventory decline ചെയ്യുന്നു അല്ലേ? current ratio quick ratio കൂടെ നോക്കിയാൽ മതി. അപ്പൊ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് എന്താണ്? ഇൻവെന്ററി, ആ ഒരു പോർഷൻ ആണ് അല്ലെ. അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. കറണ്ട് റേഷ്യോ ഇത് തമ്മിലുള്ള റിലേഷനൊക്കെ അറിയാമായിരിക്കും. ഈ റേഷ്യോസും ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഓരോ റേഷ്യോയും എന്താണ് എന്നുള്ളത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, an approach of managing international operations in which nationality is downplayed and the firm actively searches on worldwide or regional basis for the best people to fill key positions is known as what? Yes, എയും ബിയും പറയുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഇൻ വിച്ച് നാഷണാലിറ്റീസ് ഡൗൺ, നാഷണാലിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ സാധനം, അങ്ങനെയുള്ള ആ ഒരു ചിന്തയ്ക്കൊക്കെ കുറച്ച് പരിഗണന മാത്രം കൊടുത്തിട്ട് വേൾഡ് വൈഡ് ടാലന്റിനെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് അപ്രോച്ച് ആണ്? ഇറ്റ് ആക്ച്വലി ജിയോസെൻട്രിക് അപ്രോച്ച് അല്ലേ? ഓപ്ഷൻസിൽ നോക്കിക്കേ, നിങ്ങൾ എ പറഞ്ഞത് 1 and 2. എത്നോസെൻട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് തന്നെ നാഷണാലിറ്റിക്കാണ്, എത്നിസിറ്റിക്ക്. നമ്മുടെ രാജ്യത്തെ ആൾക്കാർ, നമ്മുടെ കൂടെ ഉള്ളവർ, ആ ഒരു എത്നിസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എത്നോസെൻട്രിക്. അപ്പൊ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. സോ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ എന്നല്ല, ഒരു 1 എവിടെ വരുന്നു അതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 1 അല്ല, സോറി, 2 എവിടെ വരുന്നു അതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ 2 റോങ് ആണ്. ജിയോസെൻട്രിക് അപ്രോച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ്, in which of the following situations a competitive firm is advised to shut down operations temporarily? ഓക്കെ, സി ആണ് പറയുന്നത്. ഓക്കെ, എയും സിയും നിങ്ങൾ പറഞ്ഞു. സി അല്ല, എ ആണ് കറക്റ്റ് ആൻസർ. അവിടെ പ്രൈസ് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ പ്രൊഡക്ഷൻ വരുന്ന സമയത്താണ്. അപ്പൊ അഡീഷണൽ പ്രൊഡക്ഷൻ വരുമ്പോൾ അപ്പൊ നമുക്ക് പ്രൈസ് അതിനേക്കാളും കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാം, എമൗണ്ട് നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. പക്ഷെ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഷട്ട് ഡൗൺ ചെയ്യേണ്ട വരുന്നത് എപ്പോഴാണ്? ആവറേജ് വാരിയബിൾ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറയുമ്പോഴാണ്, സോറി, കൂടുമ്പോഴാണ്. സോ എ ആണ് കറക്റ്റ് ആൻസർ, സി അല്ല. ഓക്കെ, ഇവിടെ if the firm cannot cover even its variable cost, let alone fixed cost. നമ്മൾ മേടിക്കുന്ന സാധനത്തിന്റെ വില പോലും അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന ആ ഒരു എമൗണ്ട് പോലും നമുക്ക് തിരിച്ച് കിട്ടാതെ വരുമ്പോഴല്ലേ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്. കണ്ടിന്യൂയിങ് പ്രൊഡക്ഷൻ വുഡ് ഇൻക്രീസ് ദ ഫേംസ് ലോസസ് ബിയോണ്ട് ദ ഫിക്സഡ് കോസ്റ്റ്. ബാക്കി ഈ നിങ്ങൾ പറഞ്ഞ ഒരു MCയെക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ഔട്ട്പുട്ട് സിൻസ് മാർജിനൽ കോസ്റ്റ് എക്സീഡ്സ് പ്രൈസ്. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ്, which one of the following information types is not included in a skill inventory? യെസ്, എയും ബിയും ആണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, സ്കിൽ ഇൻവെന്ററിക്ക് അകത്ത് വരാത്തത് ഏതെന്നാണ് അല്ലെ? എംപ്ലോയീസ് പൊട്ടൻഷ്യലും സാലറി ആൻഡ് ജോബ് ഹിസ്റ്ററിയും എന്തായാലും വരും സ്കിൽ ഇൻവെന്ററിക്ക് അകത്ത്. അവിടെ നമ്മൾ പേഴ്സണൽ ഡേറ്റയും ട്രെയിനിങ് ഷെഡ്യൂളും അത് രണ്ടും കൂടെ ഒന്നും കൂടെ നോക്കിക്കേ. പേഴ്സണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരാളിനെ സംബന്ധിക്കുന്നത് വരാതെ ഇരിക്കും. ഓർഗനൈസേഷൻസ് ട്രെയിനിങ് ഷെഡ്യൂൾ അത് ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. അതെന്തായാലും സ്കിൽ ഇൻവെന്ററിക്ക് അകത്ത് വരത്തില്ല. സോ എ വരും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം ആ ഒരു ഓർഗനൈസേഷന്റെ ട്രെയിനിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഷെഡ്യൂൾ ഓർഗനൈസേഷന്റെ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ അഫക്ട് ചെയ്യും, പക്ഷെ ഷെഡ്യൂൾ അഫക്ട് ചെയ്യുന്നില്ല. സോ ബി ആണ് നമ്മുടെ കറക്റ്റ്. Next, which one of the following approaches stresses that there are no universal rules for managers to follow in order to perform the job? Simple question. സ്ഥിരം ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ.
യെസ്, കണ്ടിജൻസി വേറെ ആലോചിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അല്ലേ. A is the correct one. Next, what is the role of advertisements and selling cost in perfectly competitive markets? Yes. പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് മാർക്കറ്റിലെ ഇൻഫർമേറ്റീവ് ടു ഇന്റിമേറ്റ് പ്രോഡക്ട്സ് ഓർ സർവീസ് അവൈലബിലിറ്റി അല്ലല്ല, അവിടെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആണ്. ദെൻ വെരി എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ദ ഫേം അല്ല, നമ്മളത് ഒളിഗോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റിക്കിലും ഒക്കെയാണ് അത് പറയുന്നത്. ഇൻഫ്ലുവൻസിങ് ബയർ ബിഹേവിയർ ഒരിക്കലും അതും പറ്റത്തില്ല, കാരണം അവിടെ എല്ലാ പ്രോഡക്റ്റും ഒരുപോലെയാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റും എന്റെ അടുത്തിരിക്കുന്ന ആൾ കൊടുക്കുന്ന പ്രോഡക്റ്റും അടുത്തിരിക്കുന്ന ആൾ കൊടുക്കുന്ന പ്രോഡക്റ്റും എല്ലാം ഒരുപോലെയാണ്. അപ്പം ബൈയിങ് ബിഹേവിയറിനെ നമുക്ക് ആ ഒരു സെല്ലിംഗ് കോസ്റ്റ് വഴി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഒരിക്കലും നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ആകെ പറ്റുന്നത് enlarging the market size improve ചെയ്യാനാണ് സെല്ലിംഗ് കോസ്റ്റ് കോമ്പറ്റീവ് മാർക്കറ്റിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, it is believed that employees' attitude influences their perception of work, but the employees' experience at work may also modify or shape their attitude. This is an example of what? ഓക്കെ, സിയും ഡിയും ആണ് പറയുന്നത്. ശരിക്കും ഡിയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയി പോകും അല്ലെ. ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാനായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ്. ഇന്ററാക്ഷണൽ അപ്രോച്ച് ആണ്. സോഷ്യോ ടെക്നിക്കൽ, സോഷ്യോ വരുമ്പോൾ നമ്മളൊന്ന് നോക്കും അതിലോട്ട്, പക്ഷെ അതല്ല, ഇന്ററാക്ഷണൽ അപ്രോച്ച് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ അവരുടെ പെർസെപ്ഷനും എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ വർക്ക് എക്സ്പീരിയൻസ് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് കാരണമാകും എന്ന് പറയുന്നത് ഇന്ററാക്ഷൻസ് ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ററാക്ഷൻസ് വഴിയാണ്. സോ സി is the correct answer. Next, which one of the following employee behavior is not true in case of high stress level? Okay, നിങ്ങൾ എയും ബിയും ഡിയും ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ഹൈ സ്ട്രെസ് ലെവലിന്റെ സമയത്ത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആങ്സൈറ്റി, നമുക്ക് സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ പൊതുവെ നമ്മൾ നമ്മുടെ എന്താണ് ആങ്ഷ്യസ് നമുക്ക് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആങ്സൈറ്റി വരാം. ദെൻ കെയർലെസ് മിസ്റ്റേക്സ്, നമ്മൾ സ്ട്രെസ് ലെവൽ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്സ് വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നെർവസ് ആകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡി പറയുന്ന നോക്കിയാൽ ലോ ആൻഡ് ബാഡ് ജഡ്ജ്മെന്റൽ എബിലിറ്റി. ജഡ്ജ്മെന്റൽ എബിലിറ്റി ലോ ആകുന്നു, ബാഡ് ആകുന്നു, അതാണ് നമുക്ക് അതുമായിട്ട് അത്രത്തോളം കോറിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. സോ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം അത് സ്ട്രെസ്സിന്റെ ഒരു സിംറ്റം അല്ല അത് ആക്ച്വലി. അത് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതും ശരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് NTA 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കാറില്ലേ, കട്ട് ചെയ്യാറില്ലേ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ചില ആൾക്കാർ പറയും, അല്ലെങ്കിൽ ചില പൈനീസ് പറയും അതല്ല ഇതാണ് വരാൻ സാധ്യതയുള്ളത്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എന്താണ് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒത്തിരി അതിന് വേണ്ടിയിട്ട് സമയം കളയരുത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. Information regarding personal job demands, human expenditure involved in work such as energy expenditure collected in job analysis falls in which one of the following? യെസ്, ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ വർക്കർ ആണല്ലോ. സോ വർക്കർ ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ആണ് കറക്റ്റ് ആൻസർ. പേഴ്സണൽ ജോബ് ഡിമാൻഡ്സ്, വർക്കറിനെയാണ് അത് പറയുന്നത്. പേഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ബിയും സിയും എയും ഒക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്സ്, നമ്മൾ ഏതോ ഒരു തവണ MCQ ചെയ്തപ്പോഴെന്തോ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നുമില്ല, ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഏഞ്ചലിനെ പോലെ ഒരാൾ വരുവാണ് എന്ന് നമ്മൾ വിചാരിക്കാം. അവരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. അവർ ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് സ്റ്റേജ് ആണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഏഞ്ചലിനെ പോലെ വന്ന് നമുക്ക് ഫണ്ട് തന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ദാറ്റ് ഈസ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ് ആണ്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഓരോ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. ഏതാണ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ്? A4 ആണ്. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ കേട്ടോ, കുറെ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബി പറയുന്നത് എന്താണ്? സ്വെറ്റ് ഇക്വിറ്റി ആണ്. സ്വെറ്റ് ഇക്വിറ്റി പറയുന്നത് മെച്യൂർ സ്റ്റേജിൽ നമ്മൾ പണിയെടുത്ത് നിൽക്കുന്ന സമയത്ത്, വേർത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം എന്തെങ്കിലും ഒരു ട്രിക്ക് വെച്ചിട്ട്. സോ സ്വെറ്റ് ഇക്വിറ്റി മെച്യൂർ സ്റ്റേജിലാണ്. അപ്പൊ B3 ആണ് വരുന്നത്. ദെൻ സി വരുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ആണ്. വെഞ്ചർ ക്യാപിറ്റൽ ഫോളോ ഓൺ ഫൈൻഡിങ് സ്റ്റേജിലാണ്. ദെൻ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. ഓക്കെ, സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, many consumers seek to be different and exclusive by demanding less of a commodity as more people consume it. It is called as what?
ബി സി ഡി ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ. സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ വേറെ അല്ലേ, നമ്മുടെ രണ്ട് കമ്മോഡിറ്റീസ് വരുമ്പോഴല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇവിടെ പറയുന്നത് കൺസ്യൂമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടല്ലേ. വെബ്ലൻ എഫക്ട് ആണെങ്കിലും അത് തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ എന്താണ് പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ്ലൻ എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും വരുന്നത്. ബി ആണ്, സ്നോബ് എഫക്ട് ആണ് കറക്റ്റ് ആൻസർ. ബാൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാവരും മേടിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കമ്മോഡിറ്റി മേടിക്കുന്നു, ഇതാണ് ബാൻഡ് എഫക്ട്. നമ്മളൊരു ഫാഷൻ ഒക്കെ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്തിട്ട് എല്ലാവരും എന്താണ് ട്രെൻഡി ഡ്രസ്സസ് മേടിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഐഫോൺ മേടിക്കുന്നു, ഞാൻ ഐഫോൺ മേടിക്കാം, അത് പറയുന്നത് ബാൻഡ് എഫക്ട് ആണ്. എന്റെ കൂടെ ആർക്കും ഐഫോൺ ഇല്ല, അതുകൊണ്ട് ഞാൻ ഐഫോൺ മേടിക്കുന്നത് സ്നോബ് എഫക്ട്. ഓക്കെ, ബാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, a portion of a market that is so well suited to a firm's internal and external environment that other firms are not likely to challenge and dissolve it, which is called as what? Yes, മെജോറിറ്റി ബി ആണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. അതിന് നമ്മൾ പറയുന്നത് പ്രൊപ്പീഷ്യസ് നിഷ് എന്നാണ്. കോർ കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ അവരെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും കോർ ആയിട്ടുള്ള കോമ്പറ്റൻസി ആണ്. ഇവിടെ പ്രൊപ്പീഷ്യസ് നിഷ് ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് വെൽ സ്യൂട്ടഡ് ടു എ ഫോംസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ദാറ്റ് അതർ ഫോംസ് ആർ നോട്ട് ലൈക്ലി ടു ചാലഞ്ച്. വേറെ ആർക്കും ഇല്ല, നമുക്ക് മാത്രം കിട്ടുന്ന ഒരു ഏരിയ, അത് ആ ഒരു നിഷാണ്, പ്രൊപ്പീഷ്യസ് നിഷാണ്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ്. ആ ഒരു 3 പറയുന്ന അഗ്രിഗേറ്റ് പ്ലാനിങ് എന്നാണ്. യെസ്, സി ആണ് പറയുന്നത്. മെജോറിറ്റി അല്ല, എല്ലാവരും സി ആണ് പറയുന്നത്. യെസ്, കറക്റ്റ് ആണ്. ഫുൾ. നെക്സ്റ്റ് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതിനെ ഓരോ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ്, a consumer wants to purchase a laptop. She makes a list of selected brands and then evaluates selected brands in terms of each relevant attribute and computes a weighted score for each brand. Then she selects the highest scoring brand. Which consumer decision making rule has she employed? സി ആണ് പറയുന്നത്. സി നോക്കിക്കേ, അഫക്ട് റെഫറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെഫറൻസ് കിട്ടുന്നതല്ലേ, നമ്മുടെയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആരെങ്കിലും റെഫർ ചെയ്യുന്നതാണ്. ഇവിടെ ആരെങ്കിലും റെഫർ ചെയ്യുവാണോ? അല്ലല്ലേ, ഇവാലുവേറ്റ് ചെയ്യാണ്. കുറെ ബ്രാൻഡ്സിനെ എടുക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുവാണ്. അത് കോമ്പൻസേറ്ററി ആണ്. അഫക്ട് റെഫറൽ അല്ല, കോമ്പൻസേറ്ററി ഈസ് ദ കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ് കേട്ടോ. അഫക്ട് റെഫറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഫറൻസ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഓർത്ത് വെക്കാം നമുക്ക്. ഇത് കോമ്പൻസേറ്ററി ആണ്. കുറെ ഫാക്ടേഴ്സ്, കുറെ ബ്രാൻഡ്സ് നമ്മൾ എടുക്കുന്നു, അത് കോമ്പൻസേറ്റ് ചെയ്യുവാണ്. ഒരെണ്ണം നമ്മൾ എടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു, അതിന്റെ മറ്റൊരു തന്നെ സ്കോർ ചെയ്യുന്നു, അതിന്റെ ബേസിസിൽ വെയിറ്റഡ് സ്കോർ എടുക്കുന്നു, അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടിയെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കോമ്പൻസേറ്ററി ആണ്. ഓക്കെ, നെക്സ്റ്റ്, which one of the following measures better explains inflation in an economic ecosystem? യെസ്, ബിയും സിയും ആണ് പറയുന്നത്. ഇത് എപ്പോഴും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. യെസ്, നമ്മളൊരു ഇൻഫ്ലേഷൻ, ഒരു എക്കോണമിയിലെ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, arrange the following milk product brands developed by the state cooperatives in ascending order of revenue generator. ഇതൊരു വല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എഴുതിയൊരു നെറ്റ് എക്സാമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കത്തില്ല, അങ്ങനെ എഴുതുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇത് വരുമ്പോഴും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കറക്കി കുത്തുക. യെസ്, പക്ഷെ കറക്റ്റ് ആൻസർ ബി ആയിരുന്നു കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് വേറൊന്നും നമുക്ക് പഠിച്ചു വെക്കാനും കാണാതെ പഠിക്കാനോ ഒന്നിനുമില്ല. ഇത് അപ്പൊ നമുക്ക് ജനറൽ നോളജ് വെച്ചിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എനിവേ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അവിടെയും നിങ്ങൾ ഒത്തിരി സമയം കളയരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസർ കറക്റ്റ് എടുത്തിട്ട് നമുക്ക് അറിയാവുന്നുള്ളൊരു ക്വസ്റ്റ്യനിലോട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യുക. അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഉറപ്പായിട്ടും NDAയുടെ എക്സാമിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അതിന് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. വിടരുത്, നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യരുത്, എടുക്കുക. നെക്സ്റ്റ് വൺ, following information is available for the year 2018 and 2019 on of ABC Limited. Sales പറയുന്നുണ്ട് 2018ലെയും 2019ലെയും സെയിൽസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 18ലെയും 19ലെയും പറയുന്നുണ്ട്. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, എ പറഞ്ഞു. A is the correct answer. PV ratio കാണാൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഒരു
തന്നിട്ടുള്ള സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് 40% ആണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് മെത്തേഡ്സ് ഓഫ് റിസ്ക് അനാലിസിസ് ബെറ്റർ സെർവ് ലെൻഡേഴ്സ് പെർസ്പെക്ടീവ് ഇൻ ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്? ബിയും സിയും ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ്. വരുന്ന ആൻസേഴ്സിന്റെ കൗണ്ട് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരെ ഇപ്പൊ ആൻസർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ലെൻഡേഴ്സിന്റെ പെർസ്പെക്ടീവിൽ നിന്നാണ് നമ്മളോട് കൺസിഡർ ചെയ്യാനായിട്ട് പറയുന്നത്. അവിടെ നോക്കിയേ, സിമുലേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കണക്കാക്കുന്നതാണ് അല്ലെ. അപ്പൊ സിമുലേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി അനാലിസിസ് അല്ല, ഇത് സർട്ടൈനിറ്റി ഇക്വാലന്റ് അപ്രോച്ച് ആണ്. ലെൻഡറിന്റെ പെർസ്പെക്ടീവിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ അത് സെൻസിറ്റിവിറ്റി ഇക്വാലന്റ് ആണ്. നോക്കിയാൽ ഫ്രം എ ലെൻഡേഴ്സ് പെർസ്പെക്ടീവ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, the primary focus is on the project's ability to generate sufficient and reliable cash flows to serve the loan and ensure its payment. Lenders are less concerned about the project's profitability for the company and more with the ability to generate cash to meet their financial obligations. Lenders എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ ആ ഒരു പ്രൊജക്ടിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ല, എത്രത്തോളം സെർട്ടൈനിറ്റി ഉണ്ട് അവർ കൊടുത്ത ലോൺ അല്ലെങ്കിൽ അവർ മുടക്കിയ ക്യാഷ്, ഇവർ കടം കൊടുത്ത ക്യാഷ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അവർ ആദ്യം നോക്കുന്നത്. A method, your certainty equivalent approach means a method for valuing assets or projects that accounts for risk by converting risky cash flows into their equivalent certain cash flows, separates risk from time value of money, which makes it more accurate in risk measurement. Okay, അപ്പൊ ഇവിടെ certainty equivalent approach ആണ് കറക്റ്റ്. അപ്പൊ നമ്മുടെ 60th ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് നമ്മൾ എന്താണ് നമ്മൾ ചെയ്തതിന്റെ വേറെ രീതിയിലായിരുന്നു. അപ്പൊ ഇത് 60th ക്വസ്റ്റ്യൻ. ആസ് പെർ വാൾട്ടേഴ്സ് മോഡൽ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഗ്രോയിങ് ഫേം വിൽ ഇൻക്രീസ് ഇഫ് ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ്. ഓക്കെ, എ ബി സി വന്നു. ഓക്കെ, വാൾട്ടർ മോഡൽ പറയുന്ന അനുസരിച്ചിട്ട് ഗ്രോയിങ് ഫോമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. അതായത് ഒരു ഫോം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുവാണ്, അവർ ഇനിയും ഗ്രോ ചെയ്യും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് എഗെയിൻ നമ്മുടെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. നോക്കിക്കോ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫോം ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇഫ് ആർ മീൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ കെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫോം ഷുഡ് റീറ്റെയിൻ ഏർണിംഗ്സ് ടു മാക്സിമൈസ് വാല്യൂ. ഓക്കെ, റിട്ടേൺ ആണ് കൂടുതൽ, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആണ് കൂടുതൽ. അത് ഗ്രോയിങ് ഫോം ആണല്ലോ, ഗ്രോയിങ് ഫോമിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നു? കൂടുതൽ ഫണ്ട് റീറ്റെയിൻ ചെയ്യുന്നു, കാരണം പിന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മാക്സിമം കൊടുത്തു പോകുന്നു, മീൻസ് ഡിവിഡൻഡ് ആയിട്ട് അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്ട് ഓൺ മാർക്കറ്റ് വാല്യൂ. ഏത് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പം 60 ക്വസ്റ്റ്യൻ ആയി. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഏരിയ മാത്രമല്ല, അല്ലാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? പ്രോബ്ലം ക്വസ്റ്റ്യൻ, ഹൗ ആൻസർ കം 16. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടോ. Is the syllabus covers ഒരു മിനിറ്റ്. Is the section covered all the syllabus? ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. സിലബസ് ഹോളായിട്ട് നമുക്ക് കവർ ചെയ്യാനും പറ്റിട്ടില്ലല്ലോ, ആകെ 2 മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാ സിലബസിലെ ഓരോ ഈച്ച് ആൻഡ് എവറി എലമെന്റ് എടുത്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ എന്താണ് ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നുണ്ട്, എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലോ, അതിന് നമുക്ക് പറ്റുകയില്ല. നെക്സ്റ്റ്, ആർ യു ദ പേഴ്സൺ ടേക്കിംഗ് ക്ലാസ്സസ് ഫോർ മാനേജ്മെന്റ് പേപ്പർ ഇൻ I+? യെസ്, ലൈവ് ക്ലാസ്സസ് എടുക്കുന്നത് ഞാനാണ്. മൾട്ടിപ്ലയർ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ.
Please upload this video on YouTube because I missed few questions. Okay. നിങ്ങൾക്ക് recorded session available ആയിരിക്കും. Maybe. Can we get crash course on it? അത് നമുക്കൊന്ന് അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാവേ. ക്രാഷ് കോഴ്സ് ആയിട്ട് ഇതുവരെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ ആ ലൈവ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് അവരുമായിട്ട് സംസാരിക്കാം. ഈസ് ദർ എനി അതർ സെക്ഷൻ ഫോർ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ? ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ MCQ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സെപ്പറേറ്റ് MCQ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹന, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു സ്ലൈഡ് ആയിട്ട് ആഡ് ചെയ്ത് ഇരുന്നാൽ മതിയോ? ഞാൻ അതിന്റെ സ്ലൈഡ് അഡീഷണൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ചെയ്ത് തന്നാൽ മതിയോ? ഓക്കെ, ഫൈൻ. PPT ഷെയർ ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്തിരിക്കും. എനി അതർ ക്വസ്റ്റ്യൻസ്, ക്വറീസ് എന്തെങ്കിലും? ഓക്കെ, ആൻസർ 17 ആണ് കിട്ടുന്നത്. ഓക്കെ, എടാ അത് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് എക്സാക്ട് ആൻസറിലോട്ട് എത്താൻ നമുക്ക് സാധ്യതയില്ല, വരാനായിട്ട് ഇല്ല. അപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതിനോട് ഏറ്റവും റിലേറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്ന ആൻസർ അങ്ങനെയും നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും സ്ലൈഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഇട്ടിരിക്കാവേ. 58th ക്വസ്റ്റ്യൻ. ഇതെന്താണ് 58th ക്വസ്റ്റ്യൻ? ആണ്. ഇതൊരു ചാപ്റ്ററിലല്ല ശരിക്കും പറഞ്ഞാൽ, ഇത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റീറ്റെയിൽ സ്റ്റോഴ്സ്, അതിന്റെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഒക്കെ പറയുമ്പോൾ കോപ്പറേറ്റീവ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ, അങ്ങനെ നമ്മൾ എടുത്താൽ മതി. നമ്മുടെ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ എടുത്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് ആ ഒരു രീതിയിലല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസ് എന്തെങ്കിലും? ആശിഷ് കോഴ്സ് എടുത്തിട്ടുള്ളതാണോ മാനേജ്മെന്റിന്റെ? എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം അക്കാഡമിക് കോർഡിനേറ്റേഴ്സുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല ശരിക്കും. Where will get recording and slide? അതും ലൈവ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ I+ന്റെ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുന്നില്ല, അതിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ലെറ്റ് മീ ചെക്ക്. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ്. Okay, enroll in I+ courses, but okay, fine. Let me check. അവരുടെ മീൻസ് അക്കാഡമിക് കോർഡിനേറ്റേഴ്സിന്റെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാം. നിങ്ങൾ അതിലൊന്ന് വിളിച്ച് സംസാരിച്ചാലും മതി കേട്ടോ. നമുക്ക് ക്രാഷ് കോഴ്സ് ആയിട്ട് മാനേജ്മെന്റ് ശരിക്കും ഇതുവരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു ലൈവ് ആയിട്ടാണ് കൊടുക്കുന്നത്. എനിവേ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുമായിട്ട് സംസാരിക്കാം. ഒന്ന് ഹോൾഡ് ചെയ്തു, നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വറീസ് ഉണ്ടോ നിങ്ങൾക്ക്? എക്സാം അപ്രോച്ച് ചെയ്യുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും, എനിത്തിങ് എൽസ്?
ഓക്കെ, നമ്പർ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വിളിച്ചാൽ മതി, എന്തുണ്ടെങ്കിലും ആൻസർ കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? എല്ലാം ക്ലിയർ. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ഇഫ് ദ ആൻസർ ആർ മോർ ലോങ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ആൻസർ ഈസ് റൈറ്റ്. അത് പറയാൻ പറ്റില്ലടാ. അത് ശരിക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് നമ്മൾ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ മാച്ച് ദ ഫോളോയിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ B3 അങ്ങനെ നമ്മൾ 3 ഓപ്ഷനിലും കാണുകയാണെന്നുണ്ടെങ്കിൽ B3 ഒബിയസ്ലി B3 ആയിരിക്കും എന്നുള്ളത് അതൊക്കെ നമുക്ക് പറയാൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ ലോങ് ആണെങ്കിൽ കറക്റ്റ് ആണ്, അങ്ങനെ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ശരിക്കും എനിക്ക് കൂടുതൽ ട്രിക്കി ആയിട്ടാണ് ഓപ്ഷൻസ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും പോവാതെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നമുക്ക് കൺസെപ്റ്റും ആ പറയുന്ന തിയറി ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ അത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇനി അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുക, ഈ പറയുന്ന മിത്തുകളിൽ വിശ്വസിച്ച് അങ്ങനെ വരണ്ട. നമ്മൾ ഏതെങ്കിലും ആൻസർ എടുക്കണമല്ലോ. അപ്പൊ പ്രോബബിലിറ്റി കൂടുതലുള്ള ഒരു ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാം, അതേ പറ്റുള്ളൂ. അതെപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ എക്സാമിന് എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണെന്ന് വിചാരിക്കുന്നു. യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മൾ ഇനി എന്തായാലും നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി എക്സാം അടുത്ത സമയത്ത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയാസ് അതിനെ ഒന്നും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഏരിയയിൽ സ്കോർ പോകുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുക. പേപ്പർ 1 കുറച്ചും കൂടി നോക്കുക, കാരണം നമുക്ക് സ്കോർ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. അപ്പം സ്കോർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പേപ്പർ 1 നോക്കുക, DI പ്രാക്ടീസ് ചെയ്യുക സ്ഥിരമായിട്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQs ഒക്കെ സോൾവ് ചെയ്യുക. വെറുതെ സോൾവ് ചെയ്ത് പോവല്ല. ഇന്ന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തതുപോലെ എന്തുകൊണ്ട് ആൻസർ വന്നു, എന്തുകൊണ്ട് വന്നില്ല, ആ ഒരു രീതിയിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ റഫ് നോട്ട് അല്ല, എന്താണ് കുഞ്ഞ് സ്റ്റഡി നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നും കൂടെ റെഫർ ചെയ്തൊക്കെ പോവുക. ആ ഒരു ഇതിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക. എന്റെ പേര് ലക്ഷ്മി കൃഷ്ണൻ എന്നാണ്. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് ഇനിയുള്ള സമയമൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അക്കാഡമിക് കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അവർ നമുക്ക് മെസ്സേജ് ചെയ്തോളും, അപ്പൊ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ടെൻഷൻ ഒന്നും ഇല്ലാതെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നല്ലപോലെ എക്സാം അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ലൈക്ക് അക്കാഡമിക് കോർഡിനേറ്റേഴ്സിനോട് പറയുക. ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ? പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ ക്ലിയർ ആയിരുന്നോ? ചോദിക്കാൻ വിട്ടുപോയി ഇടയ്ക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്.